من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم الصلاة والسلام عليك الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي خذ بيدي قلت حيلتي أدركني مرادي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. വേദിയിലും പുറത്തും ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, മാതാപിതാക്കന്മാരെ, അഭിവന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏതെങ്കിലും സഹോദര സമുദായങ്ങളിലെ സഹോദരങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവർക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹീതവും ധന്യവുമായ ഈ വിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ പുണ്യമായ ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയ നാം ഓരോരുത്തരെയും ഇതുപോലെ നാളെ അള്ളാഹു അവൻ്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, സഹായികൾ, സഹപ്രവർത്തകർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി ആരും സഹായിക്കാനില്ലാതെ ഖബറിന്റെ ഏകാന്തതയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു തആല പ്രകാശത്തിലും സന്തോഷത്തിലും അനുഗ്രഹത്തിലുമാക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു ഇരുളിലും ഞെരുക്കത്തിലും പരിഭ്രാന്തിയിലും ആക്കാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമളാൻ പ്രതികൂലമായി സാക്ഷി പറയപ്പെടുന്ന ഭാഗ്യഹീനന്മാരിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അനുഗ്രഹീതമായ റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ 10 അവസാനിക്കാൻ അടുക്കുന്ന ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. 2 ദിവസം 2 നോമ്പ് കൂടി കഴിഞ്ഞാൽ വിശുദ്ധ റമദാന്റെ രണ്ടാമത്തെ 10 കഴിയുകയാണ്. മൂന്നാമത്തെ 10ലേക്ക് കടക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെയാണ് നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. ഈ വാചകത്തിലൂടെ മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിന്റെ ജനത മുതൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഒക്കെ ജനതയെയും വിശ്വവിമോചകൻ, നമ്മുടെ ജീവന്റെ തുടിപ്പും കരളിന്റെ കാതലുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളായ മുഴുവൻ ആളുകളെയും മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന വാചകത്തിലൂടെ ഒരു ചങ്ങലയിലെ കൊളുത്തുകൾ പോലെ, ഒരു മാലയിലെ മണികൾ പോലെ ആദം നബി മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകരുടെയും ഉമ്മത്തികളെ അല്ലാഹു തആല ബന്ധിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. പള്ളിക്ക് പെയിന്റ് അടിക്കുന്നതിന് വേണ്ടി മാത്രമല്ല റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ദുന്നാസർ മഅദനിയുടേതുൾപ്പെടെയുള്ള പാതിരാ പ്രസംഗങ്ങൾ നടത്തപ്പെടുന്നതിന് വേണ്ടി മാത്രവുമല്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. നോമ്പ് തുറയ്ക്ക് സമൃദ്ധമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും നോമ്പ് തുറക്കാനെടുക്കുന്ന സമയത്ത് കച്ചവടക്കാർക്ക് നന്നായി കച്ചവടം നടക്കുന്നതിന് വേണ്ടിയും മാത്രമല്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ഉംറ കച്ചവടവും അതുപോലെയുള്ള കച്ചവടങ്ങളും നടത്തുന്ന ട്രാവൽസുകാർക്ക് കൂടുതൽ ആളുകൾ ഉംറയ്ക്ക് വിടാൻ വേണ്ടി ടിക്കറ്റുകൾ അടിച്ചു കൊടുക്കാനും വിസ അടിച്ചു കൊടുക്കാനും വേണ്ടി മാത്രമല്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. ഞാനിവിടെ ഒരു വമ്പിച്ച വലിയ ബഹളമുണ്ടാക്കുന്ന ഒരു പ്രസംഗം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതല്ല. ഒന്നാമത്, നിങ്ങളെക്കാൾ ആരോഗ്യത്തിൽ പലതുകൊണ്ടും പിന്നിലായ എനിക്ക് സുദീർഘമായ ഒരു പ്രസംഗത്തിന് കഴിയാത്ത സാഹചര്യമുണ്ട്. രണ്ടാമത്, ഇന്നലെയും മെനിഞ്ഞാന്നും തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്, അകലാട് തടിച്ചുകൂടിയ 10,000ങ്ങളോട് ഇന്നലത്തെ പ്രസംഗം കഴിയുമ്പോൾ 10:45 ആരംഭിച്ച പ്രസംഗം 3 മണിക്ക് ശേഷമാണ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ക്ഷീണിതനും അവശനുമാണ്. യാത്രയുടെ ക്ഷീണം, ഉറക്കമില്ലായ്മയുടെ ക്ഷീണം ഒക്കെ കൂടി വളരെ ക്ഷീണിച്ചാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വലിയ ചോര ചൂടുപിടിപ്പിക്കുന്ന ഒരു പ്രസംഗം വിനീതനായ എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതിനിപ്പോൾ ക്ഷീണമില്ലെങ്കിലും അങ്ങനൊരു പ്രസംഗം ഈ അനുഗ്രഹീതമായ രാത്രിയിൽ, ഈ പുണ്യമായ വിശുദ്ധ റമദാന്റെ രാത്രിയിൽ ഞാൻ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ ആകെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചില കൊച്ചു കൊച്ചു ചിന്തകൾ, അതായത് എന്റെ മുന്നിലിരിക്കുന്നവരൊക്കെ ബഹുഭൂരിപക്ഷവും 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരാണ്, എന്റെ പൊന്നോമന മക്കളാണ്. അങ്ങനത്തെ ഈ സമുദായത്തിന്റെ, ഈ സമൂഹത്തിന്റെ, ഈ നാടിന്റെ, ഈ കാലത്തിന്റെ നാഡീമിടിപ്പുകൾ, ചലനങ്ങൾ, ആ നാഡീമിടിപ്പുകളും ചലനങ്ങളും നിങ്ങളിലൂടെയാണ്, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരിലൂടെയാണ്, എന്റെ പൊന്നോമന മക്കളിലൂടെയാണ് ആ നാഡീമിടിപ്പുകളും ചലനങ്ങളും പ്രത്യക്ഷമാക്കപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മളൊക്കെ തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എല്ലാ കാര്യങ്ങളിലും എന്നോട് യോജിക്കുന്നവരാണ് ഇവിടെ ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന എന്റെ മുന്നിൽ ഈ നീണ്ടു നിവർന്നിരിക്കുന്ന മനുഷ്യ മഹാസഞ്ചയവും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം മുതലേ റോഡിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടവും, അവർക്ക് ഈ പ്രസംഗം കേൾക്കാൻ പോലും കഴിയാത്തവണ്ണം വളരെ ദൂരെ തിങ്ങി നിൽക്കുന്ന ആൾക്കൂട്ടവും, ഇവരെല്ലാം എല്ലാ കാര്യത്തിലും എന്നോട് യോജിക്കുന്നവരാണ് എന്ന പ്രതീക്ഷ എനിക്കില്ല.
യോജിക്കാത്തവരുണ്ടാകും, വിയോജിപ്പിന്റെ മേഖലകൾ പുലർത്തുന്നവരുണ്ടാവും. ആ വിയോജിപ്പിന്റെ മേഖലകൾ പുലർത്തുമ്പോഴും നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട്. നാം രാഷ്ട്രീയമായും സംഘടനാപരമായും ഒക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകുമ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട്. ഈന്തപ്പന കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളച്ചായയിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ജീവന്റെ തുടിപ്പും കരളിന്റെ കാതലും ചങ്കില ചോരയുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ പ്രവാചകനോടുള്ള പ്രേമവും ഇഷ്ടവും ആ പ്രവാചകന്റെ അനുയായികളാണെന്നുള്ള ബന്ധവുമാണ് എന്നെയും നിങ്ങളെയും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പാതിരാ പ്രസംഗത്തിന്റെ നോട്ടീസ് കാണുമ്പോൾ ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഞാൻ അപ്പുറത്ത് കണ്ട എന്റെ പ്രിയപ്പെട്ട നൂറുകണക്കിന് സഹോദരിമാരും എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു കണ്ണിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ജീവന്റെ തുടിപ്പായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ബന്ധമാണ് എന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്, നിങ്ങളെ എന്റെ മുന്നിൽ എത്തിക്കുന്നത്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ, മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ, നൂറുകണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചവശനായി അദ്ദേഹത്തിന്റെ മയ്യത്ത് കാണാൻ ഞാൻ എത്തുന്നത്. മഹാനായ ജമലുല്ലൈലി തങ്ങൾ മരിച്ചപ്പോൾ തിരക്കിനിടയിൽ അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ അടുത്ത് പോയി നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ തിരക്ക് കൂട്ടി അവിടെ എത്തുന്നത്. ഇപ്പോൾ വിനീതനായ ഞാൻ ഇവിടെ എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ എത്തുന്നത്. ഒരുപക്ഷെ നാളെ ഞാൻ മരണപ്പെടുമ്പോൾ എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ നിങ്ങൾ എന്റെ മയ്യത്തിന്റെ അടുക്കൽ ഓടിയെത്തുന്നത്. അതൊക്കെ നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട്. അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവിധ വിഷയങ്ങളിൽ നമുക്കുണ്ടാകുമ്പോഴും ആ അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ അന്തരങ്ങളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുമ്പോഴും നമ്മുടെ കൽബുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈമാന്റെ തഖ്വയുടെ വിശ്വാസത്തിന്റെ ചൈതന്യത്തിന്റെ മഹോന്നതമായ ഒരു ബന്ധം, ആ ബന്ധമാണ് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ എന്തെങ്കിലും വിവാദപരമായ കാര്യങ്ങളോ ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളോ ഒരൊറ്റ വാക്ക് പോലും ആരെങ്കിലും വേദനിപ്പിക്കുന്നതോ പറയാതിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എന്റെ സഹോദരങ്ങളുടെ മുന്നിലുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന് ഞാൻ പരമാവധി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. നമുക്ക് പറയാനുള്ളത് ഖുർആനെ പറ്റിയാണ്, നമുക്ക് പറയാനുള്ളത് നമ്മുടെ നായകനെ പറ്റിയാണ്, നമുക്ക് പറയാനുള്ളത് വിശുദ്ധ ദീനിനെ പറ്റിയാണ്, നമുക്ക് പറയാനുള്ളത് തഖ്വയെ പറ്റിയാണ്, റമളാനെ പറ്റിയാണ്. അല്ലാഹു തആല പറയുന്നു, വിശുദ്ധ റമളാനിൽ നോമ്പ് നോക്കാൻ വേണ്ടി നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്തിനാ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ വാരിയല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്തേക്ക് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക. ഹൃദയത്തിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധ ചെലുത്തുക. ബാക്കിയൊക്കെ പുറത്ത് നിൽക്കട്ടെ, പ്രസംഗം പുറത്ത് നിൽക്കട്ടെ, മഅദനി പുറത്ത് നിൽക്കട്ടെ, കച്ചവടം പുറത്ത് നിൽക്കട്ടെ, വിദ്യാഭ്യാസം പുറത്ത് നിൽക്കട്ടെ, ഉദ്യോഗം പുറത്ത് നിൽക്കട്ടെ, വീട് പുറത്ത് നിൽക്കട്ടെ, ഭാര്യ പുറത്ത് നിൽക്കട്ടെ, മക്കൾ പുറത്ത് നിൽക്കട്ടെ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ പുറത്ത് നിൽക്കട്ടെ, ഉദ്യോഗ കേന്ദ്രങ്ങൾ പുറത്ത് നിൽക്കട്ടെ, സാമ്പത്തിക സ്രോതസ്സുകൾ പുറത്ത് നിൽക്കട്ടെ. ഇതെല്ലാം പുറത്തു നിർത്തിയിട്ട് എല്ലാവരും ഒരു സെക്കൻഡ് അവരുടെ ഹൃദയങ്ങളിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നാം ഒന്ന് നോക്കുക. വിശുദ്ധ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് തഖ്വ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. 17 നോമ്പുകൾ നമ്മൾ നോറ്റ്, ഇന്ന് 18ാമത്തെ നോമ്പും നോറ്റ് നാം 19ാം രാവിലാണുള്ളത്. ഈ 18 നോമ്പുകൾ, അതായത് റമളാന്റെ പകുതിയിലധികം നോമ്പുകൾ നോറ്റുവീടിയ ഞാനും നിങ്ങളും വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തേക്ക് ഒരു നിമിഷം ഒന്ന് നിശബ്ദമായി ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ 19 നോമ്പ് കൊണ്ട്, 18 നോമ്പ് കൊണ്ട് തഖ്വ ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ രാവിൽ റമളാന്റെ ചന്ദ്രക്കല ആകാശസീമകളിൽ പ്രത്യക്ഷപ്പെട്ടു നാം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ ഈ 18 ദിവസത്തെ നോമ്പ് കൊണ്ട്, 18 നോമ്പ് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ തഖ്വയുടെ വിധാനം അല്പമൊന്ന് വർദ്ധിച്ചിട്ടുണ്ടോ? തഖ്വയുടെ ലെവൽ അല്പമൊന്ന് വർദ്ധിച്ചിട്ടുണ്ടോ? തഖ്വ അല്പം ഒന്ന് കൂടിയിട്ടുണ്ടോ എന്ന് നാം വളരെ ഗൗരവമായിട്ട് ഒരു നിമിഷം നിശബ്ദമായിട്ടൊന്ന് ചിന്തിക്കുക. തഖ്വയുടെ ആ അളവ് നമുക്ക് വർദ്ധിച്ചോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറയുന്നു, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്.
ഈ വർഷമല്ല കഴിഞ്ഞ വർഷവും നോമ്പ് പിടിച്ചവരാ എന്റെ മുന്നിലിരിക്കുന്നത്. ഒരുപക്ഷെ 70 നോമ്പ് വരെ പിടിച്ച 80 വയസ്സുകാർ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പല വൃദ്ധന്മാരായ പിതാക്കന്മാരും സൈഡിൽ നിന്നുകൊണ്ട് സലാം പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ 10ഉം 70ഉം നോമ്പ് പിടിച്ചവരാ. റമളാന്റെ 1ാമത്തെ ദിവസം മാധ്യമം പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. 100 വർഷം നോമ്പ് പിടിച്ച 110 വയസ്സുകാരിയായ തൃശ്ശൂർ ജില്ലയിലെ മാളക്കാരിയായ ഒരു വൃദ്ധയെ പറ്റി വാർത്തയുണ്ടായിരുന്നു. 100 വർഷം, ഒരൊറ്റ വർഷം പോലും ഒരു നോമ്പ് പോലും മുടങ്ങാതെ 100 വർഷം പിടിച്ച ഒരു വൃദ്ധയെ പറ്റി. അവരോട് ഇപ്രാവശ്യം 110 വയസ്സായ അവരോട് മക്കളും പറഞ്ഞു, ഡോക്ടർമാരും പറഞ്ഞു, ഈ പ്രാവശ്യങ്ങൾ നോമ്പ് നോക്കണ്ട, ഉമ്മാക്ക് ഇത്രയും ക്ഷീണമുള്ളതല്ലേ, നോമ്പ് നോക്കണ്ടെന്ന് എല്ലാ മക്കളും പറഞ്ഞിട്ടും എല്ലാവരും പറഞ്ഞിട്ടും ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടും അവര് പറയുന്നു, നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നോമ്പ് പിടിക്കും എന്ന് പറഞ്ഞു. 100ാമത്തെ നോമ്പും അവർ ഈ വർഷം പിടിക്കുന്നു എന്ന്. 80 വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാർ 70 കൊല്ലം നോമ്പ് പിടിച്ചവരുണ്ടാവും. അതുപോലെ 60ഉം 50ഉം 40ഉം 30ഉം 25ഉം 10ഉം ഒക്കെ കൊല്ലം നോമ്പ് പിടിച്ചവരുണ്ടാവും. ഈ വർഷം ആദ്യമായിട്ട് നോമ്പ് പിടിക്കുന്നവരെന്ന് പറയുന്നവർ ഒന്നുകിൽ പുതുമുസ്ലിങ്ങളായ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരോ, അല്ലെങ്കിൽ പിഞ്ചു മക്കളുണ്ടെങ്കിൽ അവരോ, ഇവര് മാത്രമായിരിക്കും. ബാക്കി എന്റെ മുന്നിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മനുഷ്യ പാരാവാരം മൊത്തവും നോമ്പുകൾ ഒരുപാട് പിടിച്ചവരാണ്. ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും ചോദിക്കുകയാ, ഈ നോമ്പുകൾ എന്നിലും നിങ്ങളിലും തഖ്വ വർദ്ധിപ്പിച്ചോ? തഖ്വ വർദ്ധിപ്പിച്ചോ? തഖ്വ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രത്യേകതയാണ് തഖ്വ. എന്താണ് ആ തഖ്വയുടെ ലക്ഷണങ്ങൾ? തഖ്വ എന്ന് പറഞ്ഞാൽ എടുത്തു കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല. തഖ്വയുടെ ലക്ഷണം എന്താ? തഖ്വ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം മാറും, ഹൃദയത്തിൽ നിന്ന് ഗർവ് മാറും, ഹൃദയത്തിൽ നിന്ന് ലോകമാന്യത മാറും, ഹൃദയത്തിൽ നിന്ന് ദുനിയാവിനോടുള്ള ആഗ്രഹം മാറും, ഹൃദയത്തിൽ നിന്ന് എല്ലാ തെറ്റായ ചിന്തകളും മാറും, അനാവശ്യമായ മോഹങ്ങൾ മാറും, ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹം മാറും, സാമ്രാജ്യങ്ങൾ കീഴടക്കണമെന്നുള്ള ആഗ്രഹം മാറും, ഒരുപാട് സ്വത്തുക്കൾ വാരിക്കൂട്ടണമെന്നുള്ള ആഗ്രഹം മാറും. തന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അസൂയ എന്ന രോഗം നമുക്കില്ലാതാവും, കുശുമ്പ് നമുക്കില്ലാതാവും, ഞാനെന്ന ഭാവം നമുക്കില്ലാതാവും, ഞാൻ ആരാണെന്നറിയുമോ എന്ന ചോദ്യം നമ്മളിൽ നിന്ന് വരാതാവും. ഞാനെന്ന ഭാവത്തിൽ നിന്ന് മാറി, അഹങ്കാരത്തിൽ നിന്ന് മാറി, കിബ്റിൽ നിന്ന് മാറി, റിയായിൽ നിന്ന് മാറി, ഹിർസിൽ നിന്ന് മാറി, ഉജുബിൽ നിന്ന് മാറി, ഫഖറിൽ നിന്ന് മാറി, എല്ലാത്തരം ദുർഗുണങ്ങളിൽ നിന്നും മാറിയിട്ട് മനസ്സങ്ങോട്ട് പാകപ്പെടും. അപ്പോഴും തഖ്വയായിട്ടില്ല. തഖ്വ ഉണ്ടാകുന്നതിന് വേണ്ടി, തഖ്വ കൃഷി ചെയ്യുന്നതിന് വേണ്ടി, തഖ്വയാകുന്ന കൃഷിക്ക് മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലുള്ള ഒരുപാട് രോഗങ്ങളാകുന്ന കളകൾ, നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ദുർഗുണങ്ങളും, എല്ലാ അഹങ്കാരങ്ങളും, എല്ലാ തെറ്റുകളോടുള്ള അഭിവാഞ്ചയും ഒക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് മനസ്സിനെ അങ്ങോട്ട് കൃഷിക്ക് പാകപ്പെടുത്തും നമ്മൾ. ഇത് വളരെ പെട്ടെന്നൊന്നും കഴിയുന്ന കാര്യമല്ല. വളരെ ഗൗരവമായി ശ്രമിച്ചാലേ പറ്റുള്ളൂ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു ഈ ഞാനെന്ന ഭാവം ഒന്ന് വിട്ടുമാറി കിട്ടുന്നതിന് വേണ്ടി നമ്മളെ വല്ലാതെ കീഴടക്കിയിരിക്കുന്ന ഒരു സാധനമാണ് ഞാനെന്ന ഭാവം. ഞാനെന്ന ഭാവം. ഞാൻ ആരാന്നറിയാവോ? എന്നെ തൊട്ട് കളിക്കരുത്, എന്നോട് പറയരുത്, എന്നെ കുറിച്ച് പറയരുത്, എന്റെ ഉപ്പാനെ പറയരുത്, എന്റെ കുടുംബത്തെ പറയരുത്. ഈ ഞാൻ എന്ന ഭാവം, ആ ഭാവം ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ ചെറിയ കാര്യമല്ലാതെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു എല്ലാം വിട്ടിട്ട് പോയി. 10-18 രാജ്യങ്ങൾ, കഥ അറിയാലോ. രാജ്യങ്ങളുടെ മൊത്തം രാജാവായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു വിട്ടിട്ട് പോയിട്ട് വർഷങ്ങളോളം പോയി. എല്ലാം വെടിഞ്ഞ്, എല്ലാം വിട്ട്, ദുനിയാവിനോടുള്ള സർവ്വ താല്പര്യങ്ങളും മനസ്സിൽ നിന്ന് വിട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പതിറ്റാണ്ടുകളോളം താൻ ആരാണെന്നറിയാതെ, താൻ എന്തായിരുന്നു എന്നറിയാതെ, തന്നെ കുറിച്ച് യാതൊരു പരിചയമില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ അദ്ദേഹം ഇങ്ങനെ പതിറ്റാണ്ടുകളോളം ജീവിച്ച അദ്ദേഹത്തിന്റെ ഗുരുവര്യന്റെ അടുക്കൽ നീണ്ട 10 വർഷത്തിലധികം പോയിട്ട് സേവനം ചെയ്ത് സേവനം എന്ന് പറഞ്ഞാൽ എന്താ? വിറക് കൊണ്ട് കൊടുക്കുക, വെള്ളം കൊണ്ട് കൊടുക്കുക, ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ സഹായം ചെയ്യുക, പാത്രം കഴുകി കൊടുക്കുക, തുണി കഴുകി കൊടുക്കുക, ഇങ്ങനെ സേവനങ്ങൾ ചെയ്ത് 18 സാമ്രാജ്യങ്ങളുടെ സർവാധിപതിയായിരുന്ന മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം സേവനങ്ങൾ ചെയ്ത് കൊടുത്ത് അവസാനം തളർന്ന് ക്ഷീണിച്ച് അവശനായി പാതിരാത്രിയിൽ പോയി ഉറങ്ങാൻ കിടക്കും. നേരം വെളുക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ എഴുന്നേക്കും. ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം ബിൻ അദ്ഹമിന്റെ പ്രിയപ്പെട്ട ഗുരുവര്യന്റെ ഭാര്യ
ഭാര്യ ഗുരുവര്യനോട് ചോദിച്ചു, ഇനി അദ്ദേഹത്തെ നമുക്ക് വിട്ടുകൂടെ? അദ്ദേഹത്തിന് അനുവാദം കൊടുത്തുകൂടെ പോകാൻ? അദ്ദേഹം പൊക്കൊള്ളട്ടെ, അദ്ദേഹം ഇത്രയും ഉന്നതമായ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന മനുഷ്യനല്ലേ, വന്നിത്രത്തോളം താഴേക്കെത്തിയില്ലേ, ഇത്രത്തോളം നല്ല അവസ്ഥയിൽ അദ്ദേഹം എത്തിയില്ലേ, ഇനി അദ്ദേഹം പൊക്കൊള്ളട്ടെ. ഗുരുവര്യൻ ഭാര്യയോട് പറഞ്ഞു, ഇല്ല, രാജ്യങ്ങളുടെ സർവാധിപതിയായിരുന്ന ഇബ്രാഹിമിന് അദ്ഹമിന്റെ വാരിയല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് നിന്ന് ഞാനെന്ന ഭാവം പോയിട്ടില്ല, ഞാനെന്ന ഭാവം പോയിട്ടില്ല. ഒക്കെ പോയിട്ടുണ്ടാവും, എല്ലാം പോയിട്ടുണ്ടാവും. അദ്ദേഹം ഇപ്പോൾ എത്ര വിനയാന്വിതനാ, എത്ര ത്യാഗം ചെയ്യുന്ന മനുഷ്യനാ, എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുകയാ. അതുകൊണ്ട് അദ്ദേഹം പൊക്കൊള്ളട്ടെ. ഭാര്യയോട് ഗുരു പറഞ്ഞു, ഇല്ല, പോയിട്ടില്ല. എങ്ങനെ അങ്ങേക്കറിയാം? നീ ഒരു കാര്യം ചെയ്യൂ, രാത്രിയിൽ കിടന്ന് ഇബ്രാഹിം ബിൻ അദ്ഹം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നല്ല ഉറക്കത്തിലാകുമ്പോൾ നീ പതുക്കെ റൂമിലേക്ക് കയറി ചെല്ലുക, എന്നിട്ട് നീ ചാട്ടവാറ് കയ്യിൽ വെക്കുക. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇബ്രാഹിം ബിൻ അദ്ഹമിനെ നീ ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിക്കുക. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഗുരു ചട്ടം കെട്ടി. രാത്രിയായപ്പോൾ ഇബ്രാഹിം ബിൻ അദ്ഹം കിടന്നുറങ്ങുന്ന ആ ചെറിയ ഷെഡ് കടന്നു ചെല്ലുകയാ ഗുരുവിന്റെ ഭാര്യ. ചാട്ടവാറെടുത്തിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഇബ്രാഹിം ബിൻ അദ്ഹമിനെ ആഞ്ഞടിക്കുകയാ. അടി കൊള്ളേണ്ട താമസം ഇബ്രാഹിം ബിൻ അദ്ഹം ഞെട്ടിയെണീറ്റു, ചാട്ടവാറിൽ കടന്നു പിടിച്ചു. ചാട്ടവാറ് പിടിച്ചു വാങ്ങി ഗുരുവിന്റെ ഭാര്യ അടിക്കാൻ വേണ്ടി ചാട്ടവാർ ഉയർത്തി. എന്നിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ ഗുരുവിന്റെ ഭാര്യയായി പോയി, അല്ലെങ്കിൽ ഈ തറയിൽ ഞാൻ ഇപ്പോൾ രക്തം വീഴ്ത്തുമായിരുന്നു. എന്റെ ഗുരുവിന്റെ ഭാര്യയായി പോയി, പൊയ്ക്കോ. അപ്പോ ചെന്ന് പറഞ്ഞപ്പോ ഗുരു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇബ്രാഹിം ബിൻ അദ്ഹം ഇപ്പോഴും പാകപ്പെട്ടിട്ടില്ല. പതിറ്റാണ്ടുകളുടെ അധ്വാനം കൊണ്ട് പാകപ്പെടാൻ കഴിഞ്ഞില്ല ഇബ്രാഹിം ബിൻ അദ്ഹമിന്. ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാ പാകപ്പെട്ട് കഴിഞ്ഞപ്പോഴോ പിന്നെ അൽഹംദുലില്ലാ വല്ലാത്ത അവസ്ഥയിലെത്തി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ലെങ്കിലും അങ്ങ് പറയാ, മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം പിന്നീട് വളരെ നല്ല അവസ്ഥയിലെത്തി. എത്രത്തോളം നല്ല അവസ്ഥ? ഇബ്രാഹിം ബിൻ അദ്ഹമിനോട് ചോദിക്കപ്പെട്ടു, അല്ല, ജീവിതത്തിൽ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിട്ടുള്ള രംഗം, ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിട്ടുള്ള അവസരം എന്ന് പറയുമോ? ഇബ്രാഹിം ബിൻ അദ്ഹം പറഞ്ഞു, 2 ഘട്ടത്തിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അതിൽ ഒരു ഘട്ടം, ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ, ഞാൻ ആരാണ് എന്താണെന്നൊന്നും ആർക്കും അറിയാത്ത ഒരു പ്രദേശത്ത് ഒരു ഫക്കീറായിട്ട് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അതികഠിനമായ പനി എനിക്ക് പിടിപെട്ടു. എന്റെ പ്രിയപ്പെട്ട അനുജന്മാര് ശ്രദ്ധിക്കണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം, എന്റെ പൊന്നോമന മക്കള് ശ്രദ്ധിക്കണം. മുസ്ലിമാകാൻ ആഗ്രഹമുണ്ടോ? മുഅ്മിനാകാൻ ആഗ്രഹമുണ്ടോ? തഖ്വയുണ്ടാകാൻ ആഗ്രഹമുണ്ടോ? തഖ്വയ്ക്ക് ഹൃദയത്തെ പാകപ്പെടുത്താൻ ആഗ്രഹമുണ്ടോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ ശ്രദ്ധിക്കുക. മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട അനുജന്മാര് ശ്രദ്ധിക്കണം, ഒന്ന് നന്നാകണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട മക്കള് ശ്രദ്ധിക്കണം. ഇബ്രാഹിം ബിൻ അദ്ഹമിനോട് ചോദിക്കപ്പെട്ടു, ഞാൻ ഇങ്ങനെ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ ഫക്കീറായിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ നടന്നു പോകുന്ന ആ വഴിയിൽ എനിക്ക് അതികഠിനമായ പനി പിടിപെടുകയാണ്. ഒരു ദിവസം രാത്രിയായി എനിക്ക് കയറിക്കിടക്കാൻ സ്ഥലമില്ല. കഠിനമായ പനി കൊണ്ട് ഞാൻ കിടുകിടാ വിറയ്ക്കുകയാണ്. അതികഠിനമായ പനി, ഒരൽപ്പം ചൂടുവെള്ളം കിട്ടിയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്ന സമയം വെള്ളം തരാൻ എനിക്ക് ആരുമില്ല. എവിടെന്നും വെള്ളം പോയി ചോദിക്കാൻ ഇടമില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അപ്പട്ടാ പാതിരാത്രിയുടെ കുറ്റാക്കൂരിട്ടില് കിടുകിടെ വിറച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വഴിയോരത്തുകൂടി നടന്നു പോവുകയാ. അപ്പോഴതാ ഒരു പള്ളി കാണുന്നു. ആ പള്ളിയിൽ അല്പസമയം ഒന്ന് കയറിയിരിക്കാം, എനിക്ക് എവിടെങ്കിലും ഒന്ന് കിടക്കണം. എന്റെ ശരീരം വല്ലാത്ത അസ്വസ്ഥതയിലാണ്. ഞാൻ അങ്ങനെ എവിടെങ്കിലും ഒന്ന് കയറി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലെത്തി ഞാൻ പള്ളിക്കകത്ത് കയറിയിട്ടൊരു മൂലയിൽ കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ പള്ളിയുടെ സൂക്ഷിപ്പുകാരനായ മുക്രി വന്നിട്ട് എന്റെ അടുക്കൽ തട്ടി ഉണർത്തി എന്നെ, എഴുന്നേൽക്കുക, പുറത്തു പോവുക എന്ന് പറഞ്ഞു. എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, ഞാൻ രോഗിയാണ്, നീ ഒന്ന് എഴുന്നേറ്റ് പോ പുറത്തേക്ക്. ഇല്ല, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുന്നില്ല. അല്ലാഹുവിന്റെ പള്ളിയല്ലേ, ഒരു നിമിഷം ഞാൻ അല്പം ഇവിടെ നിന്ന് കിടന്നോട്ടെ, എനിക്കൊന്ന് അനുവാദം തരൂ എന്ന് പറഞ്ഞപ്പോൾ ആ മുക്രി അതിന് അനുവദിച്ചില്ല. അദ്ദേഹം എന്നോട് ഒരുപാട് നിർബന്ധിച്ചു. എഴുന്നേക്കാൻ കഴിയാത്ത ഞാൻ ഇങ്ങനെ നിർനിമേഷനായി കിടക്കുമ്പോൾ എന്റെ കയ്യിലും എന്റെ 2 കാലിലും തലയിലും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് എന്നെ എടുത്ത പള്ളിയിൽ നിന്ന് പുറത്തേക്കങ്ങ് വലിച്ചെറിഞ്ഞു. പള്ളിക്ക് മുന്നിലുണ്ടായിരുന്ന ഓരോ പടികളിലൂടെയും ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് ഞാൻ താഴെ പോയി വീണു. ആ ഓരോ പടികളും കടന്നു പോകുമ്പോൾ എന്റെ
സന്തോഷം തോന്നി. ഞാൻ ഇത്ര നിസാരനാണല്ലോ, എനിക്ക് ഇത്രയുമാണല്ലോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഈ ഒരു എനിക്ക് കിട്ടിയല്ലോ. ഇങ്ങനെ ഞാൻ ഏറ്റവും മോശമായി എന്നോട് ഇടപെടപ്പെടുന്ന ഒരവസ്ഥ എനിക്ക് കിട്ടിയല്ലോ. ഞാൻ എന്ന ഭാവം എന്നിൽ നിന്ന് പോകാൻ ഇത് കാരണമായി. ഇതെന്റെ ഹൃദയാന്തരാളങ്ങളിൽ വല്ലാത്ത സമാധാനമുണ്ടാക്കി, സന്തോഷമുണ്ടാക്കി. ആ ഓരോ പടികളും താഴേക്ക് പോകുമ്പോൾ എന്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞുകൊണ്ടേയിരുന്നു. മറ്റൊരവസരത്തിൽ ഞാൻ സന്തോഷിച്ചത്, ഞാനൊരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കൂടെ പരിഷ്കാരികളായ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. ആ യാത്രക്കാരൻ ഞാനും കൂടി ഇങ്ങനെ പോകുമ്പോൾ എന്റെ നീളമുള്ള ദാടിയിൽ ഞാനിങ്ങനെ അല്ലാഹുവിന്റെ ദിക്റിലായിരിക്കുമ്പോൾ എന്റെ അടുത്തേക്ക് ഇവരൊക്കെ കൂടെ വന്നു. എന്നെ ഇങ്ങനെ പരിഹാസത്തോടെ നോക്കി. എന്നിട്ട് എന്റെ നീളമുള്ള ദാടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടവര് കുലുക്കി. എന്നിട്ട് ഞങ്ങളുടെ നാടുകളിലൊക്കെ ആടിനെ ഇങ്ങനെയാണ് പിടിച്ചു കുലിക്കുന്നത്, ആടിന്റെ ദാടി ഇതുപോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് എന്റെ ദാടിയിൽ പിടിച്ചു കുലുക്കി. അപ്പോഴും എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. ഞാൻ പരിഹസിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയല്ലോ, ഞാൻ ആക്ഷേപിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയല്ലോ. ഞാൻ എന്ന ഭാവം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിന് ഉതകിയ ഈ രണ്ട് ഘട്ടങ്ങൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിയ ഘട്ടങ്ങളാ. നോർത്തു നോക്കിയ മക്കളെ, ആർക്കും വലിയ ദാടിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് ഓർത്തു നോക്കിയേ. എന്താകുമായിരുന്നു അവസ്ഥ? ഞാനെന്ന ഭാവം ഈ ഞാനെന്ന ഭാവത്തെ തടുത്തു നിർത്താനാണ് അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയതിന്റെ രഹസ്യങ്ങളിൽ ഒന്നാണത്. മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കള്, ആരിഫീങ്ങള്, പണ്ഡിതന്മാര്, ആത്മജ്ഞാനത്തിന്റെ അകക്കാമ്പുകൾ എറിഞ്ഞ ഉന്നതന്മാരായ വിചാരതന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഞാനെന്ന ഭാവം എന്ത് കാര്യത്തിൽ എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും, എന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കും. എന്നാൽ നിന്റെ മുമ്പിൽ ഭക്ഷണം ഇരിക്കുന്നു, നിനക്ക് വിശപ്പുണ്ട്, നിന്റെ ഇഷ്ടത്തിന് അത് കഴിക്കാൻ നിനക്ക് പറ്റുമോ? ആ ഭക്ഷണം നിനക്ക് ഹലാലാണ്, നീ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ്, നിന്റെ രക്തത്തുള്ളിയെ വിയർപ്പ് തുള്ളിയാക്കി ഉണ്ടാക്കിയ ഭക്ഷണമാണ്. ആ ഭക്ഷണം നിന്റെ മുമ്പിൽ ഇരുന്നിട്ട്, നിനക്ക് ഹലാലായ ഭക്ഷണം നിന്റെ മുമ്പിൽ ഇരുന്നിട്ട്, ആ ഭക്ഷണം അതികഠിനമായ വിശപ്പ് നിനക്കുണ്ടായിട്ട് ആ ഭക്ഷണം നിനക്കൊന്ന് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, അത് തിന്നാൻ നിനക്ക് പറ്റുന്നില്ല. എന്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്ന് പറയുന്ന മനുഷ്യന്റെ ഇഷ്ടത്തെ ഭക്ഷണത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒട്ടിയ വയറോടുകൂടി ഒരു നുള്ളു ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതെ ആ ഇഷ്ടത്തെ അല്ലാഹു തടുത്തു നിർത്തുകയാണ്. ഇതൊരു ചെറിയ ഒരു എക്സ്പീരിയൻസാ, വളരെ ചെറിയ ഒരു എക്സ്പീരിയൻസ്. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ തെറ്റിൽ നിന്ന് തടുക്കപ്പെടുന്ന അവസ്ഥ തഖ്വയുണ്ടായിട്ടുണ്ടോ? എന്നാൽ പാപം മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ നോമ്പാവണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ, വല്ലാത്ത വിഷമം. പണ്ടൊക്കെ മലപ്പുറത്ത് വരുമ്പോ റസൂലുള്ളാഹിയുടെ പേരങ്ങ് കേട്ട അന്തരീക്ഷം അങ്ങനെ സ്വലാത്തിന്റെ മാസ്മരിക വലയത്തിലാകുമായിരുന്നു, സ്വലാത്തിന്റെ മാസ്മരിക വലയത്തിലാകുമായിരുന്നു. ഇന്നിപ്പോ ദുആ ചെയ്യുമ്പോഴും റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞു, റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞു. പ്രസംഗം തുടങ്ങിയിട്ട് 10-30 വട്ടം റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞു. മിണ്ടുന്നില്ല. മിണ്ടുന്നവര് തന്നെ ഇങ്ങനെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ എന്ന നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹി എന്ന് പറഞ്ഞ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മക്കളെ ഇത്? മലപ്പുറമാണിത്, മലപ്പുറം. മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ പേരിലുള്ള നഗർ, അനുഗ്രഹീതമായ രാത്രി, വിശുദ്ധ റമളാൻ. നമുക്കിതിലും വലിയ വേറെ ആരാ ഉള്ളത്? ഇതിനേക്കാളൊക്കെ ഒച്ച ഞാൻ കേട്ടല്ലോ ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ വന്നപ്പം പലരുടെയും പേര് പറയുമ്പോൾ. ഇതിലും വലിയ ബഹളമൊക്കെ ഞാൻ കേട്ടല്ലോ. എന്താ മക്കളെ? മഹാനായ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ പൊന്നാനി പള്ളിയിൽ ഈച്ച കയറിയ പോലെ ആയോ? പൊന്നാനി പള്ളിക്കകത്ത് ഈച്ച കയറി എങ്ങനെ ഉണ്ടാവും? അതുപോലെ പോരാ, സ്വലാത്തങ്ങ് ചൊല്ലി. ഒരു നഷ്ടമില്ലാത്ത കച്ചവടമില്ല. ഇന്നലെ വരെ ഈ ഗ്രൗണ്ടിന് വല്ല പ്രത്യേകതയുണ്ടായിരുന്നു. ഇതെന്താ ഇത്? പാടമാണോ മക്കളെ? പാടമാണ്. നാൽക്കാലികളൊക്കെ മേഞ്ഞു നടന്ന പാടം. ഈ പാടത്ത് നമ്മളെല്ലാ ഇന്ന് ഒരുമിച്ച് കൂടിയപ്പോൾ ഈ മണ്ണ് അനുഗ്രഹീതമാവുകയാണ്, ഈ അന്തരീക്ഷം അനുഗ്രഹീതമാവുകയാണ്. ഇവിടെ നാം നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖിന്റെ പേരങ്ങ് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞതാ, മുഅ്മിനീങ്ങൾ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് എന്റെ പേര് സ്മരിക്കപ്പെടുകയും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലപ്പെടുകയും ചെല്ലാത്ത ആ കൂട്ടത്തിന്റെ അന്ത്യം അപകടമാണ്, മോശമാണ്. മഹാനായ റസൂലുള്ളാഹി. നമ്മളൊരു സ്വലാത്ത് എന്തൊരു അനുഗ്രഹമാണ് നമുക്ക്. ഇത്ര അല്ലാഹു തആല ഇത്ര ഔദാര്യം ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ദീർഘമായി ഞാൻ പറഞ്ഞ ഞാൻ അങ്ങോട്ടങ്ങ് പറഞ്ഞു പോകും, സ്വലാത്തിന്റെ ലഹരിയിലേക്ക് അങ്ങ് പോകും. അതുകൊണ്ട്
അതുകൊണ്ട് ചുരുക്കി ഞാൻ പറയുകയാ, സ്വലാത്ത് ചൊല്ലിക്കോ. മഹാനായ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ സ്വലാത്ത് ഇവിടെ അങ്ങ് ചൊല്ലുന്നതോടെ ഞാൻ റസൂലുള്ളാഹിയുടെ പേരങ്ങ് പറയുന്നു, നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് സ്വലാത്ത് അങ്ങ് ചൊല്ലുന്നു. ആ സ്വലാത്ത് അങ്ങ് ചൊല്ലുന്നതോടെ ആ സ്വലാത്ത് ചൊല്ലുന്നവരുടെ മേൽ 10 നന്മകൾ എഴുതപ്പെടുകയാണ്, 10 പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്, 10 കാരുണ്യം വരിയപ്പെടുകയാണ്. കാരുണ്യം അല്ലാഹു തആല 10 കാരുണ്യം അവന്റെ മേൽ ഏൽപ്പ് കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല, അവന് 10 പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാ, എന്റെ പേരിൽ ആര് ഒരാ സ്വലാത്ത് ചൊല്ലുന്നോ അവന്റെ മേൽ അല്ലാഹു തആല 10 നന്മകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും, 10 പാപങ്ങൾ പുറത്തു കൊടുക്കും, 10 കാരുണ്യം അവന്റെ മേൽ എഴുതപ്പെടും, 10 പദവികൾ അവന് വർദ്ധിപ്പിക്കപ്പെടും. ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് 40 നേട്ടങ്ങൾ ഉണ്ടാവുകയാ. എന്ന് മാത്രമല്ല, ഈ സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂൽ നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മലക്കുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ മലക്കുകൾ പാഞ്ഞു പാഞ്ഞു നടക്കുകയാ. ഒരു കൂട്ടം മലക്കുകൾ ഇങ്ങനെ നടക്കുന്നത് എവിടെ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടാ. ആ സ്വലാത്ത് എവിടെങ്കിലും ചൊല്ലിയാൽ ആ നിമിഷം ആ സ്വലാത്ത് എന്റെ മുന്നിൽ അവരെത്തിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ആര് എവിടുന്ന് ഒരു സ്വലാത്ത് ചൊല്ലുന്നോ ആ സ്വലാത്ത് ചൊല്ലുന്ന ആ സമയത്ത് ഏത് സ്വലാത്ത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിന് മറുപടി കൊടുക്കാൻ അല്ലാഹു തആല എന്റെ റൂഹിനെ എന്റെ ശരീരത്തിലേക്ക് ബന്ധിപ്പിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി. ഇവിടെ ഇരുന്ന് ഒരൊറ്റ സ്വലാത്ത് ചെല്ലുന്നതോടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, 10 നന്മകൾ എഴുതപ്പെടുന്നു, 10 പദവികൾ വർദ്ധിപ്പിക്കപ്പെടുന്നു, 10 കാരുണ്യം രേഖപ്പെടുത്തപ്പെടുന്നു. റഹ്മത്തിന്റെ മലക്കുകൾ സ്വലാത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കുന്നു, റസൂലുള്ളാഹിന്റെ ആത്മാവ് ശരീരത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, റഹ്മത്തിന്റെ മലക്കുകൾ ആ നിമിഷം തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അർശിന്റെ മുന്നിലേക്ക് പടച്ചവന്റെ സവിധത്തിലേക്ക് ആ സ്വലാത്ത് കൊണ്ടെത്തിച്ചു കൊടുക്കുകയാ. സ്വലാത്ത് അങ്ങ് ചൊല്ലു മക്കളെ, സ്വലാത്ത് അങ്ങ് ചൊല്ല്. സ്വലാത്ത് കൊണ്ട് കൽബിനെ നമ്മൾ നനയ്ക്കുക, നാവിനെ നമ്മൾ നനയ്ക്കുക, കൽബിനെ പ്രകാശപൂരിതമാക്കുക, ചുണ്ടുകളെ ചലിപ്പിക്കുക. സ്വലാത്ത് സ്വലാത്ത് സ്വലാത്ത്. അതിൽ നമ്മളൊരു കോട്ടവും വരുത്തല്ലേ, ഒരു നഷ്ടവും വരുത്തല്ല മക്കളെ. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ എത്ര വട്ടം റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ ആ സ്വലാത്ത് മൊത്തം ചൊല്ലി അന്തരീക്ഷം മൊത്തം ഫലപ്രദമാക്കിക്കൊണ്ട്, ഈ നിമിഷം മൊത്തം ഫലപ്രദമാക്കിക്കൊണ്ട്, ഈ രാത്രിയെ മൊത്തം അനുഗ്രഹീതമാക്കിക്കൊണ്ട് ഒരു നന്മകളുടെ കണ്ടെയ്നറുമായിട്ട് ഇവിടുന്ന് പോകാം മക്കളെ. വെറുതെ ഇരിക്കുന്ന നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ വന്ന പോലല്ല, തിരിച്ച് ഞാനും നിങ്ങളും അങ്ങോട്ട് പോകുമ്പോ ഒരു നന്മയുടെ കണ്ടെയ്നർ നിറയെ നന്മ ഇതുമായിട്ട് പോകാൻ പറ്റും. അപ്പൊ വെറുതെ ഒന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് കിട്ടുന്ന നേട്ടം നഷ്ടപ്പെടുത്തണോ? വേണോ? അതുകൊണ്ട് ചൊല്ലുക, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നോമ്പ് 3 വിധമുണ്ട്. ഇനിയുള്ള പത്ര നോമ്പായി 18. ഇനിയുള്ളത് എത്ര കഴിഞ്ഞ് 18, 17 ഇന്ന് 18 അല്ലായിരുന്നു, 18. ഇനിയുള്ളത് 11 നോമ്പാണ്. 29 ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് സാധ്യത, അല്ലെങ്കിൽ 12 നോമ്പ്. ഈ 12 നോമ്പ് ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ കാമ്പും കഴമ്പുമുള്ള തൂക്കമുള്ള എനർജിയുള്ള നോമ്പാക്കി നമുക്ക് മാറ്റാൻ അതിനുള്ള ഒരു തീരുമാനം, അതിനുള്ള ഒരു പരിശ്രമം, അത് മാത്രമായി പ്രസംഗത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. ഞാൻ ഫലസ്തീൻ പറയാൻ പോകുന്നില്ല, സാമ്രാജ്യത്വം പറയാൻ പോകുന്നില്ല, അമേരിക്ക പറയാൻ പോകുന്നില്ല, റഷ്യ പറയാൻ പോകുന്നില്ല, ഒന്നും പറയാൻ പോകുന്നില്ല, ഇറാഖ് പറയുന്നില്ല, ഗോണ്ടനാമ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഈ നോമ്പൊന്ന് ഫലപ്രദമാക്കുക എനിക്കും നിങ്ങൾക്കും. അതിന് ഈ രാത്രി ഉപയോഗപ്രദമാകുമെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാനും നിങ്ങളും രക്ഷപ്പെടും. അല്ലാഹു തആല അങ്ങനെ എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് നോമ്പ് ഉപയോഗപ്രദമാക്കാൻ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നോമ്പിനെ 3ആയിട്ട് തിരിച്ചിരിക്കും. അതിലൊന്ന് സാധാരണക്കാരന്റെ നോമ്പ്, സാധാരണ നോമ്പ്. ആ നോമ്പ് എന്താന്ന് വെച്ചാൽ അവന്റെ വായയ്ക്ക് നോമ്പായിരിക്കും, വയറിന് നോമ്പായിരിക്കും, അവന്റെ ഗുഹ്യസ്ഥാനത്തിന് നോമ്പായിരിക്കും. ഇതുകൊണ്ട് അവന്റെ ഫർള് വീടപ്പെടും, പക്ഷെ അവൻ ഒരുപാട് നന്മകളൊന്നും വാരിക്കൂട്ടാൻ പറ്റൂല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, നമ്മുടെയൊക്കെ നോമ്പ്
വായിക്ക് നോമ്പാ ഒന്നും കഴിക്കുന്നില്ല, വയറിന് നോമ്പാ ഒന്നും കഴിക്കുന്നില്ല, ഗുഹ്യസ്ഥാനത്തിന് നോമ്പാ, നോമ്പിന്റെ പകലുകളിൽ നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല, നോമ്പാണ്. രണ്ടാമത്തെ നോമ്പ് അത് പ്രത്യേകക്കാരുടെ നോമ്പാണ്. ആ നോമ്പ് കാരണമായി അല്ലാഹു തആല അവന്റെ പദവികൾ വർദ്ധിപ്പിക്കും. അങ്ങനത്തെ നോമ്പാണ്. ആ നോമ്പ് ഏത് നോമ്പാണ്? അവന്റെ കണ്ണിന് നോമ്പാണ്, അവന്റെ കാതിന് നോമ്പാണ്, അവന്റെ നാവിന് നോമ്പാണ്, അവന്റെ കൈക്ക് നോമ്പാണ്, അവന്റെ കൽബിന് നോമ്പാണ്, അവന്റെ കാലിന് നോമ്പാണ്, അവന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങൾക്കും നോമ്പാണ്. അങ്ങനത്തെ നോമ്പ്, ആ നോമ്പുകാരന്റെ നോമ്പ്, അവൻ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തതൊന്നും കാണില്ല. കാണാൻ പാടില്ലാത്തത് കാണില്ല എന്ന് പറയുമ്പോൾ ജെമിനി സർക്കസ് കാണാൻ പോവില്ല എന്നല്ല മക്കളെ അതിന്റെ അർത്ഥം. പലരും മനസ്സിലാക്കിയ കാണാൻ പാടില്ലാത്തതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ പിന്നെ TV ഒന്ന് ഇട്ടു, കണ്ടു, ഒന്ന് നോക്കി. പിന്നെ വേറെന്താ, ഞാൻ കുറച്ചിങ്ങനെ ഒന്ന് പോകുന്ന വഴിക്ക് ഒരു സിനിമയുടെ പരസ്യം, പെരുന്നാളിന് ഏത് സിനിമ ഇറങ്ങാൻ പോകുന്ന എന്റെ പരസ്യം ഒന്ന് കണ്ടോ, ഒന്ന് നോക്കി. ഇതൊക്കെ ഞാൻ ആകെ ചെയ്തു. ഇല്ല, തെറ്റിലേക്ക് നയിക്കുന്ന ഒരു നോട്ടവും, തെറ്റിന്റെ ചിന്ത വരുന്ന ഒരു നോട്ടവും എന്ന് പറഞ്ഞാൽ ഇബാദത്തല്ലാത്ത ഒരു നോട്ടവും അവനിൽ ഉണ്ടാവുകയില്ല. ഇബാദത്തല്ലാത്ത ആ നോട്ടം ഇബാദത്താകണം. അങ്ങനല്ലാത്ത ഒരു നോട്ടവും അവന്റെ കണ്ണുകൊണ്ടുണ്ടാവില്ല. അങ്ങനത്തെ നോട്ടം, ഇബാദത്തല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. ഇബാദത്തല്ലാത്ത ശബ്ദം ഉണ്ടാവില്ല, സംസാരം ഉണ്ടാവില്ല, ഇബാദത്തല്ലാത്ത കേൾവി ഉണ്ടാവില്ല, ഇബാദത്തല്ലാത്ത ചിന്തയുണ്ടാവില്ല, ഇബാദത്തല്ലാത്ത കൈകളും കാലുകളും കൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടാവില്ല. അല്ലാഹു ഇഷ്ടപ്പെടാത്ത, അല്ലാഹു നന്മയായി രേഖപ്പെടുത്തപ്പെടാത്ത ഒന്നും സംഭവിക്കാത്ത നമുക്ക് പറ്റുമോ? നമ്മുടെ കണ്ണിനെ നമുക്ക് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? വിശുദ്ധ റമളാന്റെ തലേ രാത്രിയായപ്പോൾ ആ വിഡ്ഢിപ്പെട്ടി പൂട്ടി വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ മക്കളെ? നിങ്ങളുടെ ഭാര്യമാരും മക്കളുടെ ഉമ്മമാരും TV കാണുന്നില്ല എന്ന് ഉറപ്പാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? അതെ, വിശുദ്ധ റമളാന്റെ രാത്രികളിൽ പോലും നിഷിദ്ധമായ ആ സാധനത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് സീരിയലുകളുടെ ലോകത്ത് കൂടി ഇങ്ങനെ പോവാണോ? നോമ്പിന്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് പണ്ട് തസ്ബീഹ് മറിച്ചിരുന്ന കൈകൊണ്ട് ഇപ്പൊ റിമോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ നോക്കി അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയിലാണോ ഉള്ളത്? വളരെ വളരെ അപകടമാണ്. ഞാൻ അടുത്ത് തിരുവനന്തപുരത്ത് ഒരു മതപ്രസംഗത്തിന് പോയി. പ്രസംഗത്തിന് ചെന്നപ്പോ 9:30 മണിക്കാ എത്തിയ വയലായിരുന്നു. അതുകൊണ്ട് എത്തിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് 9:30 മണിക്കാ എത്തി. അപ്പൊ അവിടെ എന്തോ നേരത്തെ ഉണ്ടായ ചെറിയൊരു ലാൻഡ് ഓർഡർ പ്രോബ്ലം കാരണമായിട്ട് പോലീസ് ഓഫീസേഴ്സ് ബന്ധപ്പെട്ടിട്ട് അവരവിടെ മൈക്ക് പെർമിഷൻ 10 മണി വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത്. അങ്ങോട്ട് പോകുന്നത്, അവിടെ എത്താറായപ്പോ വണ്ടിയിൽ കുട്ടികൾ വിളിച്ചപ്പോൾ വണ്ടി ഇരുന്ന് അറിയുന്ന മൈക്ക് പെർമിഷൻ 10 മണി വരെ ഉള്ളൂ. അപ്പൊ ഞാൻ എത്തുമ്പോൾ 9:30 മണിയായി. പിന്നെ അരമണിക്കൂർ പ്രസംഗിച്ചിട്ട് നിർത്തി. പഴയ രീതിക്കൊക്കെ ആണെന്നൊരു ഞാൻ അങ്ങ് ഐ വിൽ ടേക്ക് ആസ് എ ചലഞ്ച് എന്നിട്ട് ഞാൻ അങ്ങ് പ്രസംഗിക്കുവാണ്. ഇപ്പൊ അതിനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ ആരും കരുതണ്ട. അൽഹംദുലില്ലാ, ശരീരത്തിനേ ഉള്ളു ക്ഷീണം, മനസ്സിനൊരു ക്ഷീണവും ഇല്ല. ഈ ദുഷ്പ്രചരണങ്ങളുടെ എല്ലാ ഇടയിലും അല്ലാഹു തആല എന്റെ മനസ്സിനെ ശാന്തമായി നിലനിർത്തുന്നുണ്ട്. മരണം വരെ അങ്ങനെ നിലനിർത്താൻ നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു തആല പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനഃശക്തി തന്ന് സഹായിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ ദുആ ചെയ്യുക, എല്ലാരും ദുആ ചെയ്യുക. PDP-കാര് മാത്രം ദുആ ചെയ്താൽ പോരാ, എല്ലാരും ദുആ ചെയ്യുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച ആളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളുടെയൊക്കെ ആരോഗ്യമുള്ളതുപോലെ നിങ്ങളെക്കാൾ ആരോഗ്യവാനായി 27ാമത്തെ വയസ്സിൽ വലതുകാല് നഷ്ടപ്പെട്ട ആളാണ്. ഇന്നലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ 29ാമത്തെ വയസ്സെന്നാ പറഞ്ഞു. പിന്നെ ഞാൻ ഉറങ്ങാൻ പോയി കിടന്ന് കൂട്ടി നോക്കിയപ്പോൾ 27ാമത്തെ വയസ്സിൽ ആ വലതുകാല് നഷ്ടപ്പെട്ടെ. എന്നിട്ട് വീണ്ടും 33 വയസ്സായപ്പോൾ 10 കൊല്ലം ജയിലിൽ പോയി കിടക്കുന്നു. ഇതൊന്നും ഞാൻ സത്യത്തിൽ ആരെയും കൊന്നത് കൊണ്ടും ഒരു അപകടവും കാണിച്ചുകൊണ്ടല്ല. നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ഇങ്ങനെ കുറച്ച് ഉറക്ക സംസാരിച്ചു. ഇതല്ലേ ഞാൻ ആകെ ചെയ്തുള്ളൂ. വേറെന്താ ചെയ്തേ? ആസാമിൽ, ഭുവണ്ടിയിൽ, ഗുജറാത്തിൽ, ജംഷഡ്പൂരിൽ, ഗോഹട്ടിയിൽ, വാരാണസിയിൽ, അയോധ്യയിൽ, അലിഗറിൽ, അഹമ്മദാബാദിൽ, ഭഗൽപൂരിൽ, ജബൽപൂരിൽ, ബിജ്നോറിലും എല്ലാം ഈ സമൂഹത്തിലെ പാവപ്പെട്ട സഹോദരന്മാർ വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ, സഹോദരിമാർ മാനഭംഗപ്പെടുത്തപ്പെട്ടപ്പോൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ, സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടപ്പോൾ, മറ്റുള്ളവർ പലരും ഉറങ്ങിയപ്പോൾ ഞാൻ ഇത്ര ഉറക്ക ശബ്ദിച്ചു. കുറച്ച് ഒച്ചത്തിൽ വർത്താനം. അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. വേറെ എന്തെങ്കിലും ചെയ്തോ? അതിന് ഞാൻ കൊടുക്കേണ്ട വിലയാണ്. എന്റെ കാല് നഷ്ടപ്പെടുത്തപ്പെട്ടു, 10 കൊല്ലം ജയിലിൽ കിടന്നു, എന്നിട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് എന്നെ വിടുന്നില്ല. നിങ്ങൾ അറിയുമല്ലോ, തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം 18 മണിക്കൂർ സമയമാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്. ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുന്ന ആരും കരുതണ്ട, ഒന്നും പറയൂല. എന്റെ വേദന ഒന്ന് പറയുന്നേ ഉള്ളൂ. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇതിന്റെ ചീഫ് DIG വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 18 മണിക്കൂർ സമയമാണ് ഞാനുമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്തതും ചർച്ച ചെയ്തതും. എന്നിട്ട്
എന്നെ ഈ കാശ്മീരിൽ പോയി വധിക്കപ്പെട്ടു എന്ന് പറയുന്ന സഹോദരന്മാര് 4 പേരിൽ 4 ചെറുപ്പക്കാരിൽ ആ അബദ്ധത്തിൽ പോയി ചാടിയ 4 മക്കളിൽ ഏതെങ്കിലും ഒരാള് ഞാനുമായിട്ട് എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നോ, ഒരു വട്ടമെങ്കിലും എന്നോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നോ, ഞാനും അവരുമായിട്ട് പരിചയമുണ്ടെന്നോ, പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്റെ ഏതെങ്കിലും പിന്തുണ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നോ, ഒരു നയാ പൈസ ഞാൻ എപ്പോഴെങ്കിലും അവരെ സഹായിച്ചിട്ടുണ്ടെന്നോ, ഒരു വാക്ക് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നോ, ഈ 18 മണിക്കൂറിനിടയിൽ ഒരിക്കൽ പോലും ഈ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ അടുക്കൽ അങ്ങനെ ഒരു തെളിവുണ്ടെന്ന്. എന്റെ ഫോണിൽ സംശയകരമായ ഒരു കോളെങ്കിലും വന്നു എന്ന് അവർ പറഞ്ഞിട്ടില്ല. സംശയകരമായ സാഹചര്യത്തിൽ എന്റെ ഫോണിലേക്ക് ഒരു കോളെങ്കിലും വന്നു എന്ന് അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ 18 മണിക്കൂർ ദീർഘമായി എന്റെ ജനനം മുതൽ ഇങ്ങോട്ട് ഞാൻ ഇന്ന് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അന്ന് വരെയുള്ള ചർച്ച ചെയ്തിട്ടും അങ്ങനെ ഒരു സംശയം അവർക്കില്ല, അങ്ങനെ ഒരു തെളിവ് അവരെടുത്തില്ല. എന്നിട്ടാണ് ഈ അടുത്ത സമയത്ത് നിങ്ങൾ അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അതിനുശേഷം ആ പ്രമേയത്തിന്റെ അന്നത്തെ രാത്രിയിൽ 5 മിനിറ്റ് ഇത് പറയുള്ളൂ, 6ാമത്തെ മിനിറ്റ് ഞാൻ വിഷയം മാറ്റും. ആ പ്രമേയത്തിന്റെ അന്നത്തെ രാത്രിയിൽ ഇന്ത്യ വിഷനിൽ നിന്ന് എന്നെ വിളിച്ചു, ഈ ന്യൂസ് നൈറ്റിൽ ഒന്ന് പങ്കെടുക്കണം പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ മടുത്തു. മാധ്യമങ്ങൾ എന്നെ ഇട്ട് നടത്തുന്ന ഈ സ്മാർത്ത വിചാരത്തിന്റെ പേരിൽ ഞാൻ മടുത്തു. ഇനി ഞാനില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാ പറഞ്ഞോ, നിങ്ങൾ എന്താന്ന് വെച്ചാ സംസാരിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അവര് പിന്നീട് ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് രാത്രി 9 മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഞാനൊന്ന് TV ഓൺ ചെയ്തു വാർത്ത കാണാൻ വേണ്ടിയിട്ട്. ഇന്ത്യ വിഷൻ ചാനലാ കിടക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നത് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്ന അതേ MLA ഇന്ത്യ വിഷന്റെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുക. അയാളോട് ചോദിക്കുന്നു, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രമേയം പാസ്സാക്കിയത്? യാതൊരു മടിയില്ലാതെ ആ മനുഷ്യൻ പറയാണ്, കാശ്മീരിൽ പോയി വെടിയേറ്റ് മരിച്ച ഇന്ത്യൻ പട്ടാളത്തോട് ഏറ്റുമുട്ടി മരിച്ച 4 പേരും പോകുന്നതിന് മുമ്പ് അബ്ദുൽ നാസർ മഅ്ദനിയുടെ വീട്ടിൽ നിന്ന് ഒന്നിച്ച് അത്താഴം കഴിച്ച് സന്തോഷത്തോടു കൂടി മഅ്ദനിയും കുടുംബവുമാണ് അവരെ യാത്രയച്ചത്. 2, മൈനാഗപ്പള്ളിയിലുള്ള മഅ്ദനിയുടെ ഉപ്പായും താമസിക്കുന്ന വീട്ടിലും അവര് പോയിട്ടുണ്ട്. 3, ഹാലിം എന്ന പേരിൽ അടുത്ത സമയത്ത് അറസ്റ്റ് ചെയ്തയാള്, ഇയാളാണ് കോട്ടയ്ക്കൽ എന്ന സ്ഥലമാണ് ഉപയോഗിച്ചത്. കോട്ടയ്ക്കൽ വെച്ച് ഇയാളാണ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിന് ആവശ്യമായ മുഴുവൻ ബോംബും മഅ്ദനി പറഞ്ഞനുസരിച്ച് നിർമ്മിച്ചിട്ട് കൊണ്ടുപോയി അവിടെ കൊടുത്തത്. ഇയാള് മഅ്ദനി ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സ്വീകരണ യോഗത്തിൽ ഈ മനുഷ്യനും ഉണ്ടായിരുന്നു. 4 കാര്യങ്ങൾ ഇയാളങ്ങ് വിളിക്കുക. എനിക്ക് സത്യത്തിലെ TV എറിഞ്ഞുടക്കാൻ തുടങ്ങി, എറിഞ്ഞുടയ്ക്കാൻ തോന്നി. അത്രത്തോളം ഇത് കണ്ടപ്പോൾ സത്യവുമായിട്ട് യാതൊരു കുലബന്ധവുമില്ലാത്ത കാര്യം, വളരെ വികാരഭരിതനായി പോയി ഞാൻ പെട്ടെന്ന് എന്റെ റജീബിനെ വിളിച്ച് പറഞ്ഞു, നീ ആ ഇന്ത്യ വിഷനിൽ വിളിച്ചിട്ട് എന്നെ കണക്ട് ചെയ്ത് തരാൻ പറ, എനിക്ക് സംസാരിക്കണമെന്ന് പറയാൻ പറഞ്ഞു. വിളിച്ചു പറയുകയും അവരുടെ നമ്പറിൽ നിന്ന് അവരെന്റെ ഫോണിലേക്ക് വിളിക്കുകയും ഞാൻ അപ്പോൾ ഇതിന് മറുപടി പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ചെറിയ തെളിവെങ്കിലും വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ ഞാൻ അതോടുകൂടി എന്റെ പൊതുപ്രവർത്തനം മൊത്തം നിർത്തിയേക്കാം, ഞാൻ അറസ്റ്റ് വരിച്ചേക്കാം, നിങ്ങൾ പറയുന്ന ജയിലിലേക്ക് ഞാൻ പോയിക്കോളാം, എന്റെ പേര് കേസെടുത്തോട്ടെ. എന്നാൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യമെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരൊറ്റ കാര്യം തെളിയിച്ചാൽ മതി. അതുപോലും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആൾ MLA സ്ഥാനം രാജിവെക്കുവോ, നിങ്ങൾ സമൂഹത്തോട് മാപ്പ് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ വെല്ലുവിളിയൊന്നും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ പത്രത്തിൽ കണ്ടത് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ അങ്ങ് തടിസലാമത്താക്കി. ഞാൻ ശക്തമായി പറഞ്ഞു, ഈ 4 പേരിൽ ഒരാൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ടെന്ന്, ഒരു നയാ പൈസയുടെ സാമ്പത്തിക ബന്ധം, ഒരു ടെലിഫോൺ ബന്ധം, എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് ലോകത്ത് എവിടെങ്കിലും ഒരു ഏജൻസിയുടെ കയ്യിലുള്ളതായിട്ട് പറയാൻ പറ്റുമോ? കോയമ്പത്തൂർ കേസ് 13,000-ലധികം പേജുള്ള 16,000-ലധികം പേജുള്ള ചാർജ് ഷീറ്റും 3,000-ലധികം സാക്ഷികളുമുള്ള കേസായിരുന്നു. ആ കേസില് എവിടെങ്കിലും ഒരിടത്ത് ഹാലിം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ബോംബ് ഉണ്ടാക്കി കൊടുത്തു എന്ന് എവിടെങ്കിലും ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഓരോ ഇടത്തും പൊട്ടിയ ബോംബ് ആരാ ഉണ്ടാക്കിയത്, എവിടാ ഉണ്ടാക്കിയത്, എത്ര ജലറ്റിന് ഉപയോഗിച്ചിട്ടുണ്ട്, ഏത് തരം ടൈമറാണ് ഉപയോഗിച്ചത്, എവിടെയാ ഫിറ്റ് ചെയ്തത്, എപ്പോഴാ പൊട്ടിയത്, ഇതൊക്കെ കൃത്യമായിട്ട് ചാർജ് ഷീറ്റിലുള്ളതാണ്. അത് വെച്ചുകൊണ്ട് കേസ് നടന്നതാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ചോദിച്ചു. മറുപടിയില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞ മറുപടി, അത് ഞങ്ങൾ ഇങ്ങനെ പത്രത്തിൽ വായിച്ചു, ഇത്രയേ ഉള്ളൂ. എവിടെ ഒരുത്തനെ പിടിച്ചാലും പറയും, ദേ മഅ്ദനിയുടെ ബോഡി ഗാർഡാണ്, മഅ്ദനിയുടെ ബോഡി ഗാർഡാണ്.
ആരാ ഈ ബോഡി ഗാർഡ്? ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ അന്ന് ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറി വന്നാൽ എന്റെ വലത് കൈയുടെ വലിപ്പമുള്ള ആളുകൾ പോലും സ്റ്റേജിൽ കുറവായിരിക്കും. അത്ര ആരോഗ്യവാനായിരുന്നു ഞാൻ അന്ന്. എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കണ്ണൂർ ജയിലിലും ഒരാഴ്ച പിന്നെ കസ്റ്റഡിയിലും ഒക്കെ ഇരുന്നിട്ട് എന്നെ കോയമ്പത്തൂർ ജയിലിൽ കൊണ്ടുപോയപ്പോൾ ആ കോയമ്പത്തൂർ ജയിലിൽ വെച്ച് ആദ്യമായി എന്നെ നോക്കുമ്പോൾ എന്റെ തൂക്കം 106 കിലോയാ. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ 110 കിലോയിലധികം ഉണ്ട്. ആജാനുബാഹുവായ മനുഷ്യനായിരുന്നു ഞാൻ. ഒരു കാലില്ലായിരുന്നെങ്കിലും ഞാൻ സ്റ്റേജിലേക്ക് നടന്നു കയറി വരുമായിരുന്നു, പ്രസംഗിക്കുമായിരുന്നു, ഒച്ചയിട്ട് സംസാരിക്കുമായിരുന്നു. എത്ര മണിക്കൂർ പ്രസംഗിച്ചാലും ക്ഷീണിക്കില്ലായിരുന്നു. അങ്ങനത്തെ 106 കിലോ ഉള്ള ആജാനുബാഹുവായിരുന്ന എന്റെ ബോഡി ഗാർഡാണെന്നും പറഞ്ഞ് കാണിക്കുന്നത് 32 കിലോ തികയാത്ത പല്ലിക്കുഞ്ഞിനെ പോലുള്ള കുട്ടികളെ കാണിച്ചിട്ടാ പറയുന്നേ ഈ മഹദനിയുടെ ബോഡി കാക്കാൻ വേണ്ടി നിന്നത് ഈ കൊച്ചനായിരുന്നു, ഈ ചെക്കനായിരുന്നു. ഇത്രയും വലിയൊരു മഹദനിയെ കാക്കാൻ ഇത്രയുള്ള ഒരു ചെക്കൻ. ഇങ്ങനൊക്കെ അങ്ങ് പറയാ, അങ്ങ് നികൃഷ്ടമായ പ്രചരണങ്ങൾ. ഞാൻ ഇതേപ്പറ്റി ഒന്നും പറയുന്നില്ല. അടുത്തൊരു ദിവസം നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ, ഉച്ചയ്ക്ക് 1 മണിക്ക് ഇന്ത്യ വിഷനിൽ ലഷ്കറെ തയ്യബയുടെ കമാൻഡർമാരിൽ ഒരാളായ ഉമർ മദനി എന്ന ആളിനെ ഡൽഹിയിൽ ചോദ്യം ചെയ്തു. ഉമർ മദനി എന്ന ഒരാളെ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പറയാണ്. ഇതിലൊക്കെ എന്ത് സത്യമുണ്ട്, എന്ത് തൊയ്യബ, എന്ത് ആള്, ഇതൊക്കെ പടച്ചമ്പുരാനെ അറിയാൻ പറ്റൂ. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന്റെ തലേ ദിവസം മാധ്യമം പത്രത്തിൽ ഹിന്ദുവായ ലേഖികയെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹിന്ദുവായ പത്രപ്രവർത്തകയെ ഉദ്ധരിച്ചുകൊണ്ട് തെളിവുകൾ സഹിതം പറയാ, ഓരോ സ്വാതന്ത്ര്യ സമരത്തിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ ഭാഗത്തു നിന്ന് ആരെയെങ്കിലും പിടിച്ചുകൊണ്ടുവന്ന് ഡൽഹിയിലെ പ്രത്യേകമായ ചില കേന്ദ്രങ്ങളിൽ താമസിപ്പിച്ചിട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ 2 ദിവസം മുമ്പ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ 2 ദിവസം മുമ്പ് അവരെ ഒരു കാറിനകത്തിരുത്തിയിട്ട് അവരുടെ കയ്യിൽ 1-2 പിസ്റ്റളും കൊടുത്ത് അല്ലെങ്കിൽ AK-47 കൊടുത്ത് കുറച്ച് മരുന്നും കൊടുത്തിട്ട് അവരെ പിടിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം അട്ടിമറിക്കാൻ വന്നവരെ പിടിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ ഫോട്ടോയും കൊടുക്കുന്ന അനുഭവങ്ങൾ. ഇങ്ങനെ പിടിച്ചു എന്ന് പറയപ്പെടുന്ന 50-ലധികം പേർ ഒരിക്കലും അവർ തീവ്രവാദികളായിരുന്നില്ല. പലയിടത്തു നിന്നും അവരെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ദിവസങ്ങളോളം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണെന്നും കഴിഞ്ഞ വർഷം ഇങ്ങനെ ഹാജരാക്കിയവരിൽ ഒരാൾ ദേവ്ബന്ദ് ദാറുൽ ഉലൂം അറബി കോളേജിൽ പഠിക്കുന്ന മുതഅല്ലിമായിരുന്നു എന്നും ആ വിദ്യാർത്ഥി അവിടുന്ന് അവന്റെ സുഹൃത്തിനെ കാണാൻ പോകുന്ന വഴിയിൽ പിടിച്ചുകൊണ്ടുപോയിട്ട് എവിടെയോ കൊണ്ട് മാസങ്ങളോളം വെച്ചിട്ട് അവനെ കൊണ്ടുവന്ന് ഹാജരാക്കി പാകിസ്ഥാൻ ഏജന്റ് ആണെന്ന് പറഞ്ഞ് ഹാജരാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രേഖകൾ സഹിതം ഇങ്ങനെയുള്ള എത്രയോ പേരാ തിഹാർ ജയിലിൽ കിടക്കുന്നത്. പിന്നെ അവരുടെ കേസ് നടത്തൂല, അവരുടെ കാര്യം ശ്രദ്ധിക്കൂല, അവിടെ കൊണ്ടുവിടും. ഇങ്ങനെ പിടിച്ചു എന്ന് പറയുന്നവർക്ക് അവാർഡുകളും റിവാർഡുകളും കൊടുക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവായ മുസ്ലിമല്ലാത്ത പത്രപ്രവർത്തക എഴുതിയത് നമ്മൾ പത്രത്തിൽ വായിച്ചു. നിങ്ങൾ വായിച്ചില്ലേ? ഇന്നാണോ ഇന്നലെയാണോ ഇന്നാണെന്ന് തോന്നുന്നു മാധ്യമം പത്രത്തിൽ ഗുജറാത്തിൽ പോയി കൊല്ലപ്പെട്ട മലയാളിയായ സഹോദരൻ അയാൾ ഏറ്റുമുട്ടൽ നടത്തിയെന്നും അയാൾ അവിടെ ആരെയോ കൊല്ലാൻ പോയെന്നും ഒക്കെ പറഞ്ഞിട്ട് അയാൾ ഉൾപ്പെടെ 4 പേരെ വെടിവെച്ചു കൊന്നിട്ട് അയാളുടെ പിതാവ് ഹിന്ദുവായ സഹോദരൻ, മകൻ ഇസ്ലാം മതം സ്വീകരിച്ചതാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഹിന്ദുവായ അയാളുടെ പിതാവ് കേസ് കൊടുത്ത അവസാനം അന്വേഷണത്തിൽ ജഡ്ജിമാരുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നു ഈ 4 പേരെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുമായിരുന്നു, ഇവരൊരു കുഴപ്പത്തിനു വേണ്ടിയും പോയവരായിരുന്നില്ല എന്ന്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമർ മദനി എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തു. അയാളെ ലഷ്കറെ തയ്യബയുടെ നേതാവാണെന്ന് പറഞ്ഞു. ഒരു ദിവസത്തെ ഉച്ചക്കിലത്തെ വാർത്തയിൽ ഇന്ത്യ വിഷനിൽ പറയുന്നു, ഉമർ മദനിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി കേരള പോലീസ് പോയിരിക്കുന്നു. എവിടേക്ക്? ഡൽഹിയിലേക്ക്. ഉമർ മദനിയെ ചോദ്യം ചെയ്യാൻ. എന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അബ്ദുൽ നാസർ മദനിയുടെ ഫോട്ടോ, പറയുന്നത് ഉമർ മദനിയുടെ കാര്യം. ആളുകളൊക്കെ കൂടെ അങ്ങോട്ട് വിളിച്ച് ഇന്ത്യ വിഷനിലേക്ക് വിളിച്ചപ്പോ തെറ്റുപറ്റിപ്പോയതാ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, അബ്ദുൽ നാസർ മദനിയാന്ന് അറിഞ്ഞില്ല, ഉമർ മദനിയാന്ന് കരുതി ഫോട്ടോ കൊടുത്തതാണ്. അബ്ദുൽ നാസർ മദനി അവർ കണ്ടിട്ടില്ലല്ലോ, അറിയൂല്ല, പരിചയമില്ല. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ആകെ പറയാനുള്ള ദുആ ചെയ്യുക. നിർത്തുകയാണ് ഞാൻ ആ വിഷയം. ഇനി നാളെ പ്രസംഗം തീരുന്നവരുത് ഞാൻ പറയുകയില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദുആ ചെയ്യുക. എന്തിനു വേണ്ടി? ഈ പ്രതിസന്ധികളെയൊക്കെ ഈമാനികമായ ചൈതന്യത്തോടെ നേരിടാനുള്ള തൗഫീഖിന് വേണ്ടി, അതിനുള്ള ശക്തിക്ക് വേണ്ടി, ഇച്ഛാശക്തിക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യുക. അല്ലാഹു എനിക്കും നിങ്ങൾക്കും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ, ശക്തി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഈമാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ആ നോമ്പുണ്ടല്ലോ,
അതായത് കണ്ണുകൊണ്ട് കണ്ടുകൂടാത്ത ഒന്നും കണ്ടുകൂടാത്ത നോമ്പ്. അതാ ഞാൻ പറഞ്ഞ, ഞാൻ പ്രസംഗത്തിന് അവിടെ ചെന്നു, 9:30 മണിയായി, അരമണിക്കൂർ മൈക്കിൽ കൂടെ പ്രസംഗിച്ചു. പിന്നെ ഏറ്റുമുട്ടലിനൊന്നും നിൽക്കാതെ ഞാൻ മൈക്ക് ഓഫ് ചെയ്തു. അരമണിക്കൂർ മൈക്കില്ലാതെ എല്ലാരെയും കൂട്ടി നിർത്തിയിട്ട്, അത് ഇത്ര ആളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഉള്ളവരൊക്കെ അടുത്തേക്ക് കൂടിയപ്പോ കുറെ ഒച്ചത്തിൽ സംസാരിച്ചു, മൈക്കില്ലാതെ കുറച്ച് പ്രസംഗിച്ചു. എന്നിട്ട് ഞാൻ പ്രസംഗം നിർത്തിപ്പോയി. 10:30 മണിക്ക് ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ കൂട്ടമായിട്ട് ജാഥ പോലെ ഇങ്ങനെ പോന്നു വയല് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു വണ്ടിയിലുണ്ടായിരുന്ന ആളിനോട്, എന്താ മോനെ ഇങ്ങനെ 10:30 മണിയായല്ലോ, ഇപ്പോഴാണോ ഇവിടെയൊക്കെ സാധാരണ വയല് തുടങ്ങുക, ഇവരൊക്കെ എന്താ ഇങ്ങനെ ലേറ്റായി പോന്നേ, മൈക്ക് പെർമിഷൻ ഇല്ലാത്ത വിവരം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് 10:30 മണി ആകാൻ വേണ്ടി കാത്തിരുന്നത് 10:30 മണി വരെ പ്രധാനപ്പെട്ട സീരിയലുകളൊക്കെ ഉണ്ട് ഉസ്താദേ, അത് കഴിഞ്ഞിട്ടേ അവർ ആര് വയല് പറയാൻ വന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അതാണ് അവസ്ഥ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും പെങ്ങന്മാരും ടിവിക്കും മൊബൈൽ ഫോണിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ ഒരു കുറ്റിപ്പുറത്തുള്ള സഹോദരനെ 4 ദിവസം മുമ്പ് ഞാൻ അൻവാർശ്ശേരി എന്ന് വിളിക്കുകയാണ്. അൻവാർശ്ശേരി എന്ന് ഞാൻ വിളിക്കുന്നത്, ആ സഹോദരൻ അൻവാർശ്ശേരിക്ക് ഒരു സംഭാവന വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടത്തേക്ക് വിളിച്ചു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ ചേലക്കുളം അബ്ദുൽ ഹമീദ് മൗലവി എന്ന ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോൾ, ഉസ്താദ് ഒന്ന് വിളിക്കുക, അദ്ദേഹത്തെ ഒന്ന് സംസാരിച്ചാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ചെനിക്ക് കണക്ട് ചെയ്തു തന്നു. ആ സഹോദരനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അൻവാറിനൊരു സംഭാവന പറഞ്ഞു, അത് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ അടുത്ത് വാളുണ്ടെന്ന് ഞാൻ പോസ്റ്റർ കണ്ടു, ആ പ്രസംഗത്തിന് വേണ്ടി വരുമ്പോൾ ഉസ്താദ് ഒരു കാര്യം മറക്കരുത്, ആ പ്രസംഗത്തിൽ ഉസ്താദ് വളരെ ഗൗരവപൂർവ്വം പറയണം, മൊബൈൽ ഫോൺ കൊണ്ട് പെണ്ണുങ്ങളുടെ ഈ കളിയുണ്ടല്ലോ, മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് ചെറുപ്പക്കാരുമായിട്ടുള്ള സംസാരവും ചെറുപ്പക്കാരുമായിട്ടുള്ള അഴിഞ്ഞാട്ടവും ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒന്ന് പ്രസംഗിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് പെങ്ങന്മാരോട് ഞാൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് യുവാക്കന്മാരോട് ഞാൻ പറയുകയാ, അപകടകരമായ മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ നിർത്തുന്നതിന് വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. സംസാരിക്കുന്നത് മൊബൈലിൽ കൂടിയായാലും അന്യപുരുഷനോട് സംസാരിച്ചാൽ തെറ്റാണ്, അന്യ ആണുങ്ങൾ അന്യ സ്ത്രീകളോട് സംസാരിച്ചാൽ തെറ്റാണ്, വെറും തെറ്റല്ല, ഹറാമാണ്, ഹൃദയത്തെ കറുപ്പിക്കുന്ന കാര്യമാണ്, പാപം കൊണ്ട് ഹൃദയം നിറഞ്ഞു പോകുന്ന കാര്യമാണ്. സംസാരത്തെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം. നാവ് കൊണ്ട് എന്തെങ്കിലും പാളിച്ച പറ്റിപ്പോയാൽ അത് അപ്പോഴും തന്നെ കൽബിനെ കറുപ്പിക്കാൻ തുടങ്ങുന്നതാണ് മക്കളെ. കൽബ് കറുക്കുന്നതിന് നാവ് മാത്രം മതി. മൻ ഗഫറ കലാമുഹു ഗഫറ ദുനൂബുഹു, മൻ ഗഫറ ദുനൂബുഹു മാത ഖൽബുഹു, മൻ മാത ഖൽബുഹു ഫഹുവ ഫിന്നാർ. നബിയുനാ റസൂലുള്ളാഹി ആരുടെ സംസാരം അധികരിക്കുന്നോ, മൻ കഥുറ കലാമുഹു കഥുറ ദുനൂബുഹു, ആര് അധികമായിട്ട് വർത്താനം പറയുന്നോ, മൊബൈലിലൂടെ പറഞ്ഞാലും വേണ്ടില്ല, നേരിട്ട് പറഞ്ഞാലും വേണ്ടില്ല, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, അത്യാവശ്യമല്ലാത്ത വർത്തമാനങ്ങള് ആര് അധികരിപ്പിക്കുന്നോ അവന്റെ പാപങ്ങൾ അധികരിക്കുന്നതാണ്. ആരുടെ പാപങ്ങൾ അധികരിക്കുന്നോ അവന്റെ കൽബ് മരിച്ചു പോകുന്നതാണ്. ആരുടെ കൽബ് മരിച്ചു പോകുന്നോ അവൻ നരകത്തിന്റെ അടിത്തട്ടിൽ ാണെന്ന് മഹാനായ വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നരകത്തിൽ പോണമെങ്കിൽ വലിയ തെറ്റൊന്നും ചെയ്യണ്ട, വെറുതെ വർത്താനം പറഞ്ഞാൽ മതി, വെറുതെ വർത്താനം പറഞ്ഞാൽ മതി. ആരായത് പറയുന്നത്? അബ്ദുൽ നാസർ മദനി പറയാണ്, നിങ്ങൾ അംഗീകരിക്കണ്ട. ജീവിതത്തിൽ ഒരിക്കലും അസത്യം പറയാനോ അനാവശ്യം പറയാനോ തന്റെ നാവ് ജീവിതത്തിൽ ഒരിക്കലും വളച്ചിട്ടില്ലാത്ത സത്യത്തിന്റെ സന്ദേശവാഹകനായിരുന്ന സമ്പൂർണ്ണ സൽസ്വഭാവത്തിന്റെ സാക്ഷാത്കാരമായിരുന്ന സാദിഖുൽ മസ്ദൂഖായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരധികം സംസാരിക്കുന്നോ അവന്റെ കൽബ്, അവന്റെ പാപം അധികരിക്കും. ആരുടെ പാപം അധികരിക്കുന്നോ അവന്റെ കൽബ് മരിക്കും. ആരുടെ കൽബ് മരിക്കുന്നോ അവൻ നരകത്തിൽ പോകും. വിശുദ്ധ റമളാനാണ്. ഈ റമളാനിൽ നാക്കിനെ സൂക്ഷിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഫാത്തിനോട് അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തിനോട് അടുത്ത ഘട്ടത്തിൽ അതികഠിനമായ തലവേദന കാരണം തലയിൽ ഇങ്ങനെ തുണി മുറുക്കി കെട്ടിക്കൊണ്ട്, തലപ്പാവ് മുറുക്കി കെട്ടിക്കൊണ്ട്, മഞ്ഞത്തുണി കൊണ്ട് തലപ്പാവ് മുറുക്കി കെട്ടിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ്. മഹാനായ പ്രവാചകൻ നമസ്കാരത്തിന് ശേഷം മിമ്പറിൽ കയറിയിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ? ഞാൻ വേർപാടിന്റെ വേദനയിലാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ നാവ് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കടപ്പാടുകൾ എനിക്ക് അവശേഷിക്കുന്നുണ്ടോ? സാമ്പത്തിക ബാധ്യതയുണ്ടോ? എന്റെ വർത്തമാനം വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? എല്ലാവരോടും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയണം. ഇപ്പോഴിവിടെ നിന്ന് പ്രതിക്രിയ ചെയ്യാൻ
ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവുകൊണ്ട് ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായി എന്ന് പറഞ്ഞ്, ആരെങ്കിലും റസൂലുള്ളാഹി ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ്, അള്ളാഹുവിന്റെ പ്രവാചകൻ വിമർശിച്ചു എന്ന് പറഞ്ഞ് ഒരൊറ്റ പരാതി പോലും ഒരു ഭാഗത്തൊന്നും ഉണ്ടായില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ നാക്കുകൊണ്ട് ആരെയും ആക്രമിച്ചില്ല. റസൂലുള്ള പരദൂഷണം പറഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂല് പരദൂഷണത്തെ അതികഠിനമായിട്ട് അതിനികൃഷ്ടമായ തെറ്റാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാ, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തെക്കാളും കഠിനമായ തെറ്റാണ് പരദൂഷണം. നബിയുനാ റസൂലുള്ളാഹി അന്യസ്ത്രീയുടെ മുഖത്ത് നോക്കാത്ത ചെറുപ്പക്കാരെ, അന്യസ്ത്രീയുമായിട്ട് സംസാരിക്കാത്ത ചെറുപ്പക്കാരെ, അന്യപുരുഷന്മാരെ ഒരിക്കൽ പോലും കാണാതെ ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, എപ്പോഴും പർദ്ദയിട്ടുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങന്മാരെ, നിങ്ങൾ വ്യഭിചാരത്തെ കുറിച്ച് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ചിന്തിച്ചിട്ടില്ലെങ്കിലും, വ്യഭിചാരം എന്ന ഒരു ചിന്ത മനസ്സിന്റെ ഒരു തലത്തിൽ ഒരു കോണിൽ പോലും വന്നിട്ടില്ലെങ്കിലും, ദിവസവും പലതവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ അപകടകരമായ തെറ്റിലേക്ക് പോവുകയാണ്. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, ഇന്ന റജുല ഖദ് യസ്നി യതൂബുല്ലാഹ് ഫയതൂബു അലൈഹി ഇന്ന സാഹിബൽ ഗീബത്തി ലാ യഗ്ഫിറുല്ലാഹു തആല ഹത്താ യഗ്ഫിറ ലഹു സാഹിബുഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പരദൂഷണം വ്യഭിചാരത്തെക്കാൾ കഠിനമായ തെറ്റാണ്. എന്നിട്ട് പറയുന്നു, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തെക്കാൾ കഠിനമായ തെറ്റാണ്. ഇന്ന റജുല ഖദ് യസ്നി, ഒരു മനുഷ്യൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം വ്യഭിചരിച്ചു പോയി. എന്നിട്ട് ആ വ്യഭിചാരം തെറ്റാണെന്ന ബോധ്യം വന്നപ്പോൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ, തെറ്റ് സംഭവിച്ചു പോയി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്തു, തമ്പുരാനെ അബദ്ധം പറ്റിപ്പോയി റബ്ബേ, ശാരീരിക വികാരത്തിന് അടിമപ്പെട്ടു പോയി റബ്ബേ, അന്യ സ്ത്രീയുമായിട്ട് ഞാൻ എന്റെ അന്യ സ്ത്രീയുടെ ചാരിത്രം കവർന്നെടുത്തു റബ്ബേ, ഞാനൊരു നികൃഷ്ടമായ തെറ്റ് ചെയ്തു പോയി റബ്ബേ, എനിക്ക് നീ മാപ്പ് തരണം റബ്ബേ എന്ന് ഹൃദയം പൊട്ടി റബ്ബിനോട് ദുആ ചെയ്താൽ ഒരുപക്ഷെ അല്ലാഹു തആല അത് പുറത്തു കൊടുത്തേക്കാം. പക്ഷേ പരദൂഷണം പറഞ്ഞവൻ ആരെപ്പറ്റി പരദൂഷണം പറഞ്ഞോ, ആ പരദൂഷണം പറയപ്പെട്ട വ്യക്തിയോട് പോയിട്ട് അതിന് മാപ്പ് ചോദിച്ച്, അതിന് പൊരുത്തം ചോദിച്ച്, ഞാനിങ്ങനെ പറഞ്ഞു പോയി മാപ്പാക്കണം കേട്ടോ എന്ന് ചോദിച്ച് അയാളത് മാപ്പ് കൊടുത്താൽ അല്ലാതെ ലാ യഗ്ഫിറുല്ലാഹു തആല, അല്ലാഹു തആല അവന് മാപ്പ് കൊടുക്കുകയില്ല. ആരെപ്പറ്റി പറഞ്ഞോ ആ പറഞ്ഞവനോട് മാപ്പ് ചോദിച്ചാലല്ലാതെ ഹത്താ യഗ്ഫിറ ലഹു സാഹിബുഹു, അവൻ പുറത്തു കൊടുക്കുന്നത് വരെ ഇങ്ങനെ അതികഠിനമായ വ്യഭിചാരത്തെക്കാളും തെറ്റായ പാപ്പ് ചോദിച്ച് മാപ്പ് വാങ്ങിയിട്ട് റബ്ബിനോട് പൊറുക്കലിനെ തേടിയാൽ അല്ലാതെ രക്ഷപ്പെടാൻ പറ്റാത്ത തെറ്റാണ് മക്കളെ നാക്ക്. ആ നാക്കിനെ സൂക്ഷിക്കണം. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങൾ എനിക്ക് നിങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. ഞാൻ റമദാനിൽ എനിക്ക് ചോദിക്കേണ്ട എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. എല്ലാരോടും എന്ന് പറഞ്ഞാൽ എല്ലാരോടും മലപ്പുറത്തുള്ളവരോടും ഫോണിൽ കൂടെ ചോദിക്കേണ്ട എല്ലാരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ, പോയിട്ടുണ്ടാവാം, ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ പരമാവധി സൂക്ഷിച്ചിട്ടുണ്ട്. എന്നെ പറ്റി ഇങ്ങനെ പർവ്വതം പോലെ പറയുമ്പോൾ ചിലപ്പോൾ അറിയാതെ ഞാനൊരു കല്ല് പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. അതിന് ഞാൻ പൊരുത്തം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാരോടും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടും എണ്ണി ചോദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചോദിക്കേണ്ട, ഞാൻ വിമർശിച്ചു എന്ന് തോന്നുന്നവരോടൊക്കെ റമദാന് ഞാൻ വിളിച്ചിട്ട് എന്റെ ഫോണിന്റെ ഡയൽഡ് നമ്പേഴ്സ് നോക്കിയാൽ അറിയാം ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്താ വിശുദ്ധ റമദാൻ മാസം നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു റമദാൻ കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇന്നലെ മിനിഞ്ഞാന്ന് ഞാന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരറിയണം, ചാവക്കാട് അകലാടാ പ്രസംഗിച്ചത്. പ്രസംഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഇനി ഒരു റമദാനിൽ ജീവിച്ചിരിക്കുമോ മക്കളെ? ഈ റമദാന്റെ അടുത്ത ദിവസങ്ങൾ നമുക്ക് കിട്ടുമോ? വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാ. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക, വാളിന്റെ ഇടയിൽ കൊണ്ടുതരുന്നു ഒരു കുറിപ്പ്. ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന, ഈ വേദിയിൽ വന്നിരുന്ന ഒരു സഹോദരൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തലച്ചുറ്റലുണ്ടായി, പെട്ടെന്ന് താഴെ വീണു. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിധി എഴുതി. ആ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു. ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ കൊണ്ട് തുണ്ട് തരികയാ. ഈ വാളിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചത് തെന്നലയില. ഇതുപോലെ 10,000 ഒരുമിച്ച് കൂടിയ പ്രസംഗമാ. ആയിരക്കണക്കിന് സീഡികൾ മലപ്പുറത്ത് അതിന്റെ വിതരണം ചെയ്യപ്പെടുന്ന പ്രസംഗമാ.
എന്റെ സന്തോഷകരമായ നല്ല ആരോഗ്യത്തോടെ നല്ല കഴിയുന്നത്ര റമദാൻ അല്ലാത്തത് കൊണ്ട് തന്നെ പരമാവധി എനർജി ഉപയോഗിച്ച് പ്രസംഗിച്ച പ്രസംഗമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന സഹോദരന്മാരിൽ ഒരാള്, നിങ്ങൾക്കറിയാവുന്നതുപോലെ അതിലൊരു ചെറുപ്പക്കാരൻ ഭൂമിയിൽ നിൽക്കാൻ സ്ഥലമില്ലാഞ്ഞ് അടുത്ത ഭൂമിയിലേക്ക് കയറി നിന്നു. ആ ഭൂമിയിലൂടെ ആള് വീണ്ടും തിങ്ങി തിങ്ങി വന്നപ്പോൾ ബാക്കിലേക്ക് നടന്നു പോയി. അവസാനം മൂടിയില്ലാതിരുന്ന ചുറ്റു മതിലില്ലാതിരുന്ന ഒരു കിണറിലേക്ക് പോയ ആ ചെറുപ്പക്കാരനങ്ങ് വീണു. അവനങ്ങ് മരണപ്പെട്ടു. ആ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് അവൻ മരിച്ചെന്ന വാർത്തയാ കേൾക്കേണ്ടി വന്നത്. പിറ്റേ ദിവസം അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ പ്രിയപ്പെട്ട മാതാവിനെ സമാധാനിപ്പിച്ച് ദുആ ചെയ്തു പോരുകയുണ്ടായി. പക്ഷേ ഞാൻ ഈ പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി കഴിഞ്ഞ 2 മാസം മുമ്പ് പോയപ്പോൾ വല്ലാത്ത വേദന തോന്നിപ്പോയി. മലപ്പുറത്തുകാരനായ ഒരു സഹോദരന് അദ്ദേഹത്തിന്റെ വീട്ടിൽ എനിക്ക് ഒരു ദിവസം ദഅവത്ത് ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ആ മരണപ്പെട്ട സഹോദരന്റെ പിതാവ് വന്നിട്ട്, ആ പൊന്നുമോന്റെ വാപ്പ വന്നിട്ട് എന്റെ 2 കൈയും പിടിച്ച് റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞ രംഗം മറക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇന്നലെ പ്രസംഗം കേൾക്കാൻ ഞാൻ വന്നിട്ട് മരണപ്പെട്ട ഇന്നലെ രാവിലെ 11 മണിക്ക് മയ്യത്തടക്കിയ ആ സഹോദരന്റെ വീട്ടിലും വിനീതനായ ഞാൻ പോയി. ഈ വിശുദ്ധ റമദാൻ ആരംഭിച്ചതിന് ശേഷം എത്ര മരണങ്ങളാ, നമുക്ക് പരിചയമുള്ള എത്ര ആളുകളാ മരിച്ചത്, എത്ര പേരാ മരിച്ചുകൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഒരു പള്ളിയിൽ 40 കൊല്ലം മുഅദ്ദിനായിരുന്ന സഹോദരന് 40 റമദാനുകളിലും പള്ളികളിൽ അസ്സലാത്ത് ജാമിഅ പറഞ്ഞുകൊണ്ട് തറാവീഹ് നിസ്കരിച്ച സഹോദരന്, ഈ പരിശുദ്ധ റമദാന്റെ ആദ്യ ദിനരാത്രങ്ങളിലും പരിശുദ്ധമായ പള്ളിയിൽ ഉണ്ടായിരുന്ന സഹോദരന് 3 മക്കളുണ്ട്. 3 പേരെയും ആലിമീങ്ങളാക്കി, ഹാഫിളീങ്ങളാക്കി, ദീനിന്റെ ഹാദിമീങ്ങളാക്കി വിട്ടിരിക്കുന്ന സഹോദരന് പെട്ടെന്ന് അസുഖം വന്ന ആശുപത്രിയിൽ പോയി. അതാ കേൾക്കുന്നു മയ്യത്താണ് കൊണ്ടുവന്നത്. തലേ ദിവസം തറാവീഹ് നിസ്കരിക്കുമ്പോൾ ആ തറാവീഹ് നിസ്കാരത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന സഹോദരന് പിറ്റേന്ന് തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നവര് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടാ വന്നത്. എന്റെ മുന്നിലിരിക്കുന്ന പൊന്നോമന മക്കളെ, എന്തിന്റെ പേരിലാ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക? എന്തിന്റെ പേരിലാ ഇന്നത്തെ ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലെത്തുമെന്ന് പറയാൻ പറ്റുക? നാളെ വിനീതനായ അബ്ദുന്നാസറിന് എന്റെ സഹോദരങ്ങളോട് പ്രസംഗിക്കാൻ പറ്റുമെന്ന് ഏത് ധൈര്യത്തിലാ പറയാൻ പറ്റുക? ഞാൻ പ്രസംഗിക്കുമെങ്കിൽ എന്റെ മുന്നിലുള്ള സഹോദരങ്ങൾ കേൾക്കാൻ ഇവിടെ വരുമെന്ന് ഏത് ധൈര്യത്തിലാ പറയാൻ പറ്റുക? സഹോദരങ്ങളെ, നാളെ നിങ്ങൾ എനിക്ക് വേണ്ടിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയോ മയ്യത്ത് നമസ്കരിക്കേണ്ടി വരില്ലെന്ന് പറയാൻ പറ്റുമോ? ഇനിയൊരു റമദാൻ നമുക്ക് കിട്ടുമോ? അല്ലാഹു ഇതുപോലൊരു അനുഗ്രഹം ചെയ്തു തന്നതല്ലേ, വിശുദ്ധ റമദാനാകുന്ന അനുഗ്രഹം പടച്ചോൻ തന്നതല്ലേ. ഈ റമദാന മാസക്കണക്കിന് കൂട്ടല്ലേ മക്കളെ. ശഅബാനേക്കാൾ നന്മ ചെയ്തു റമദാനിൽ എന്നോർത്ത് സമാധാനിക്കല്ലേ. അല്ലെങ്കിൽ 10 ദിവസം ഒന്ന് കണക്ക് കൂട്ടിയിട്ട് 10 ദിവസങ്ങളായി കൂട്ടല്ലേ, ഓരോ ദിവസങ്ങളായും കൂട്ടല്ലേ, ഓരോ മണിക്കൂറുകളായും കൂട്ടല്ലേ, ഓരോ മിനിറ്റുകളായി റമദാനെ കൂട്ടല്ലേ. റമദാനെ കണക്ക് കൂട്ടുമ്പോൾ ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട് കണക്ക് കൂട്ടണം, ഓരോ നിമിഷങ്ങളായി കണക്ക് കൂട്ടണം. റമദാന്റെ ഈ നിമിഷം ഞാൻ ഫലപ്പെടുത്തിയോ, കഴിഞ്ഞ നിമിഷം എനിക്ക് നഷ്ടപ്പെട്ടോ, കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടോ എന്നല്ല, കഴിഞ്ഞ മിനിറ്റ് എനിക്ക് നഷ്ടപ്പെട്ടോ എന്നല്ല, കഴിഞ്ഞ നിമിഷം എനിക്ക് നഷ്ടപ്പെട്ടോ, അതേ കഴിഞ്ഞ നിമിഷം ഞാൻ ഫലപ്പെടുത്തിയോ, ഈ നിമിഷം ഫലപ്പെടുത്തിയോ, അടുത്ത നിമിഷം ഞാൻ എങ്ങനെയാ ഫലപ്പെടുത്തേണ്ടത്? ഇങ്ങനെ വിശുദ്ധ റമദാന്റെ ഓരോ സെക്കൻഡുകൾ വെച്ച് കൂട്ടുക മക്കളെ. അങ്ങനെ റമദാനിൽ അല്ലാഹു തആല ദേ കപ്പൽ നിറയെ, കണ്ടെയ്നറുകൾ നിറയെ മുത്തുകളും പവിഴങ്ങളും ഇങ്ങനെ വെച്ചിരിക്കയാ. വിലമതിക്കാനാകാത്ത കോടികളുടെ മുത്തുകളും പവിഴങ്ങളും നമ്മുടെ മുന്നിൽ കണ്ടെയ്നറിൽ നിറഞ്ഞിരിക്കുമ്പോൾ, അതിൽ നിന്ന് പോയി വാരി എടുക്കാനുള്ള ചാക്കുകൾ ഇരിക്കുമ്പോൾ, അത് പോയി വാരി എടുക്കാതെ ആ കപ്പലിന്റെ അപ്പുറത്ത് വെറും സ്വർണം പൂശിയ കൃത്രിമ പൊന്ന് കണ്ടിട്ട് അത് 2-3 പറക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്ന നഷ്ടവാളികളാകല്ലേ മക്കളെ. വിശുദ്ധ റമദാനാണ്, അനുഗ്രഹം റബ്ബിങ്ങനെ വാരിക്കോരി തന്നിരിക്കയാ. പടച്ചവൻ നന്നാകാൻ തന്ന സമയമാ. ഈ സമയം ഫലപ്പെടുത്തണം. ഈ സമയത്ത് ഇനിയുള്ള ഓരോ നോമ്പും എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാര്, കൊച്ചനുജന്മാര്, എനിക്ക് എന്റെ ജീവന്റെ തുടിപ്പാ നിങ്ങള്. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളത് ഈ പ്രസംഗവേദികളാണ്. ഈ വേദികളിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ്, എന്റെ അനുജന്മാരിൽ എനിക്കറിയാം മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ പരിശുദ്ധ ഉംറയ്ക്ക് പോയപ്പോഴും ഒരു സഹോദരൻ ഹജ്ജിന് പോയ അനുഭവങ്ങളൊക്കെ ഞാൻ വേറെ ആളുകളിൽ പറഞ്ഞതാ. ഈ പരിശുദ്ധ ഉംറയ്ക്ക് പോയപ്പോഴും എന്റെ പൊന്നോമന മക്കളും ഭാര്യയുമായിട്ട് ഞാൻ ഉംറയ്ക്ക്
പോയി, ഉംറ ചെയ്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയി, പരിശുദ്ധമായ മസ്ജിദുൻ നബവിയില് അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫ് സിയാറത്ത് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ എന്നോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ, കൊല്ലം ജില്ലക്കാരൻ എന്നോടൊപ്പം റൂമിലേക്ക് വന്ന് എല്ലാരോടും ഒത്തു നിന്നിട്ട് എല്ലാരും നിൽക്കുമ്പം പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്, ഒരല്പസമയം തരുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാരെയും ഞാൻ പുറത്തിറക്കി നിർത്തിയപ്പോൾ എന്റെ അടുക്കൽ പറഞ്ഞു, ഉസ്താദേ മോശമായി നടന്നതാ, അപകടകരമായി ജീവിച്ചതാ, പക്ഷേ പ്രസംഗത്തിന്റെ സീഡികൾ കേട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. സ്വലാത്ത് ചൊല്ലി അൽഹംദുലില്ലാഹ് ഈ മദീനയിൽ വരാൻ തുടങ്ങി. ഇതൊക്കെ ഭാഗ്യം കിട്ടി, ഇവിടെ ജോലി ചെയ്യാൻ ഭാഗ്യം കിട്ടി, ഇവിടെ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ ദിവസവും എത്താൻ ഭാഗ്യം കിട്ടി. എന്നും റസൂലുള്ളാഹിന്റെ റൗളയിൽ ഇരിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ അവൻ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിരിക്കുമെന്ന ഔലിയാക്കളും ആരിഫീങ്ങളും പറയുന്ന കാര്യം ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഒരുപാട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് എനിക്ക് എന്റെ ഹബീബിനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടണേ എന്ന് ഒരു വെള്ളിയാഴ്ച റൗള ശരീഫിൽ ഇരുന്ന് കുറെ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഇറങ്ങിപ്പോകുമ്പോൾ ബാബു ജിബ്രീലിന്റെ അടുത്തെത്തിയപ്പോൾ എന്റെ മനസ്സ് ഞാൻ കരഞ്ഞു ദുആ ചെയ്തിട്ട് ഇറങ്ങി വന്നതാ. ബാബു ജിബ്രീലിന്റെ അടുത്തെത്തിയപ്പോൾ ഒന്ന് മയങ്ങണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ബാബു ജിബ്രീലിന്റെ സൈഡിലേക്ക് മാറി ഒന്ന് കിടന്നു. ആ മയക്കം എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമായി. ആ ബാബു ജിബ്രീലിന്റെ സൈഡില് അള്ളാന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ തൊട്ടിപ്പുറത്ത് ബാബു ജിബ്രീലിൽ കിടന്നുറങ്ങുമ്പോൾ ആ വെള്ളിയാഴ്ച രാവ് ഞാൻ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഉസ്താദേ എന്റെ ഹബീബിന്റെ സുഗന്ധം ഇപ്പോഴും എന്റെ മൂക്കില് അടിച്ചു വീശുന്നുണ്ട്, എനിക്കത് മാറിപ്പോകുന്നില്ല. ആ മുഖത്തിന്റെ തിളക്കം എനിക്ക് മാറുന്നില്ല. ഞാനിത് പറയുന്നത് ആ ഭാഗ്യം എനിക്ക് കിട്ടിയത് ഉസ്താദിനോടല്ലാതെ മറ്റാരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് സന്തോഷമുള്ളത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളില്, എന്റെ ചെറുപ്പക്കാരിലെ അനുജന്മാരില്, നൂറുകണക്കിന് ചെറുപ്പക്കാരില് മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിക്കാൻ, ഹൃദയങ്ങളിൽ മാറ്റം വരുത്താൻ, തെറ്റുകളിൽ നിന്ന് മാറാൻ ഈ വിനീതന്റെ അർദ്ധരാത്രിയുടെ വിളിച്ചുകൂവലുകൾ ഫലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജയിലിലിരിക്കുമ്പോൾ എനിക്ക് വന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ കത്തുകള്, മദ്യപാനം നിർത്തിയ ചെറുപ്പക്കാര് ഇന്നും ഇങ്ങോട്ട് പോരാ നേരത്തെ ചാവക്കാട് PDPയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉമറാജിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ വന്നിട്ടൊരു സഹോദരൻ പറയുകയാ, ജീവിതത്തിന്റെ വിഷമത്തിൽ വല്ലാതെ വിഷമിച്ചിട്ട് വെള്ള സ്വർണ്ണമെല്ലാം എടുത്ത് പണയം വെച്ചിട്ട് പലിശ കൊടുത്തുകൊണ്ട് ആ പൈസ കൊണ്ട് ഞാൻ കച്ചവടം നടത്തിയിരുന്നു. അപ്പോഴാണ് പലിശയുടെ ഗൗരവത്തെ പറ്റി പ്രസംഗം കേൾക്കുന്നത്. ആ പ്രസംഗം കേട്ടതോടെ ഞാൻ പോയി കടം വാങ്ങിക്കൊണ്ടുവന്ന ആ സ്വർണ്ണമെല്ലാം തിരിച്ചെടുത്ത് എന്നിട്ട് ആ സ്വർണം മൊത്തം ഞാൻ അങ്ങ് വിറ്റ് പലിശയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പരിപൂർണമായി മാറി. അതിനുശേഷം ജീവിതത്തിൽ സന്തോഷമുണ്ട്, ജീവിതത്തിൽ സംതൃപ്തിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ അനുജന്മാരെ, ഈ രാത്രിയെ ഫലപ്രദമാക്കണോ, ഈ അധ്വാനം ഫലപ്രദമാക്കണോ, പെട്രോൾ നഷ്ടപ്പെട്ടത് ഫലപ്രദമാക്കണോ, ഉറക്കമടിയുന്നത് ഫലപ്രദമാക്കണോ? എന്നാൽ എന്റെ നഫ്സിനോടും നിങ്ങളോടും പറയുകയാ, ഈ വിശുദ്ധ റമദാന്റെ അനുഗ്രഹീതമായ പുണ്യമായ ഈ രാത്രിയിൽ ഇവിടെ നിന്ന് തീരുമാനമെടുത്ത് ഇനിയുള്ള വിശുദ്ധ റമദാന്റെ അവശേഷിക്കുന്ന 12 നോമ്പുകൾക്ക് മുമ്പ് ആരോട് പൊരുത്തം ചോദിക്കണോ പൊരുത്തം ചോദിച്ചോ, മാപ്പ് ചോദിക്കണോ മാപ്പ് ചോദിച്ചോ. മൊബൈലിലൂടെ വിളിച്ച് മാപ്പ് ചോദിക്ക്, നേരിൽ പോയി ചോദിക്കണമെങ്കിൽ നേരിൽ പോയി ചോദിക്ക്. ഞാൻ പറഞ്ഞു പോയി മാപ്പാക്കിത്താ, എനിക്ക് പുറത്തതാ എന്ന് പറ. എന്നിട്ട് റബ്ബിനോട് സുജൂദിൽ കിടന്നുകൊണ്ട് പാപമോചനത്തിന്റെ 2ാമത്തെ പത്ത് തീരാൻ പോവുകയാ മക്കളെ. ഇനി ഏതാനും മണിക്കൂറുകളാ ഉള്ളത്. പാപമോചനം അല്ലാഹു തആല ഇങ്ങനെ ആകാശത്തുനിന്ന് വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് റബ്ബിക്കും وجنة عرضها السماوات والأرض أعدت للمتقين.
നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക്, മഗ്ഫിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിവാ എന്ന് അള്ളാഹു വിളിച്ചുകൊണ്ടിരിക്കുകയാ. റമദാനിൽ പാപമോചനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാ. ഏതെങ്കിലും മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ, തിരൂരങ്ങാടി മണ്ഡലത്തിലെ ഒരു ചെറുപ്പക്കാരൻ, കൊളത്തൂരിലെ ഒരു ചെറുപ്പക്കാരൻ, ഏതെങ്കിലും തലപ്പാടിയിലെ ഒരു ചെറുപ്പക്കാരൻ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാരെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് സുജൂദിൽ കടന്നുകൊണ്ടൊന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരൊഴുക്കിക്കൊണ്ടൊന്ന് പാപമോചനം ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകളെ വിളിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, ദേ നോക്ക് മോനെ, ദേ നോക്ക്, നീ നോക്ക്, മലപ്പുറം ജില്ലയിലേക്ക് റബ്ബിന്റെ ചൂണ്ടൽ വരികയാ, തിരൂരങ്ങാടിയിലേക്ക് റബ്ബിന്റെ ചൂണ്ടൽ വരികയാ, കൊളത്തൂരിലേക്ക് റബ്ബിന്റെ ചൂണ്ടൽ വരികയാ. എന്നിട്ട് മലക്കിനോട് പറയുകയാ, കണ്ടില്ലേ എന്റെ അടിമ എന്നോട് പാപമോചനം നടത്തുന്നത്, കണ്ടില്ലേ എന്റെ അടിമ എന്നോട് അടുക്കുന്നത്, കണ്ടില്ലേ. പണ്ട് ചോദിച്ചിരുന്നില്ലേ എന്തിനാ മനുഷ്യനെ സൃഷ്ടിക്കുന്നതെന്ന്? അതേ മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ പാപമോചനത്തിലൂടെ പാപമോചനം തേടിക്കൊണ്ട് എന്നിലേക്ക് അടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് അല്ലാഹു സന്തോഷിക്കുന്ന മുഹൂർത്തമാ മക്കളെ. അല്ലാഹയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ, അല്ലാഹുക്ക് നമ്മളെ കുറിച്ചൊന്ന് തൃപ്തി തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ?